അസ്സലാമു എന്റെ ഏട്ടൻ മുസ്ലിം കുട്ടി കൊണ്ടുവന്ന ഒരു ചോദ്യമാണ് എന്നോട് ചോദിക്കാൻ വന്നത്. ഉസ്താദ്, എന്റെ മകനോട് ഒരു സുന്നി ഉസ്താദ് പറഞ്ഞു മുജാഹിദിനെ കണ്ടാൽ സലാം പറയാൻ പാടില്ല എന്ന്. അത് ശരിയാണോ? അതുപോലെ എന്നോടും ഒരു ഉസ്താദ് പറഞ്ഞു. ആ ചോദ്യം കർത്താവ് പോകരുത്. അല്ല, നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്താ ആയത് എന്നും പറഞ്ഞാല് അതൊന്ന് മേക്കി പറയും, ആളുകൾ കേൾക്കട്ടെ. നിങ്ങളതിൽ എത്ര ഉസ്താദ് പറഞ്ഞ ആയത്ത് എനിക്ക് തൃപ്തി തന്നെ, പക്ഷെ ഈ കുത്തലാത്തിങ്ങനെ വിശദീകരിച്ചത് അത്ര തൃപ്തിയായിട്ടില്ല. അത് തന്നെയാ വേണ്ട. അതിനെ ഞാൻ പറഞ്ഞു. അടുത്ത ചോദ്യം അവിടെ ഇരിക്കട്ടെ. 2 മിനിറ്റ് കേട്ടാ. നിങ്ങൾ ജ്യേഷ്ഠന്റെ ചോദ്യം അടുത്ത ചോദിക്കാം. ഇരിക്കടക്ക്. ഉസ്താദ് ഒരു ആയത്ത് ഹദീസല്ല ശരി തന്നെ. ആ ഹദീസ് എന്നാലും ഞാൻ കുത്തറവത്ത് അംഗീകരിക്കൂല. അങ്ങനെയാ? ഉസ്താദ് ഓടി ആയത്ത് ഹദീസും ശരി തന്നെയാണ്, അതില്ല തന്നെയാണ്. പക്ഷെ എന്നാലും കുത്തറാത്തിന് അംഗീകരിക്കൂല. എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കൂല? ഈ ആയത്തിലും ഈ ഹദീസിലും അല്ലെങ്കിൽ മഹാനായ ഖാലിദ് തങ്ങൾ കാണിച്ച കറാമത്തിന് തത്തുല്യമായ ഒരു കറാമത്തല്ലേ കുത്തറാത്തിബ്? ഖാലിദ് തങ്ങൾ കാണിച്ചത് അനുവദീയമാണെങ്കിൽ അതുപോലത്തെ ഒരു ഇറാഅത്തുൽ കറാമത്ത്, ഒരു കറാമത്ത് കാണിക്കലല്ലേ കുത്തറാത്തിബിനുള്ളത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അംഗീകരിക്കാത്തത്? എന്താണ് ഇതിന് പ്രശ്നം? ഏതായത്താണ് അതിൽ പറ്റാത്തത്? ഏത് ഹദീസ് കൊണ്ടാണ് അത് പറ്റൂല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു? നിങ്ങൾ യുക്തിയാണോ? എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടേണ്ടതല്ല. ഇതിന് പ്രമാണം കൊണ്ട് അത് സ്ഥാപിതമായോ ഇല്ലേ, അതാണ് പറയേണ്ടത്. എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ 5 പുസ്തകം വിളിച്ചാൽ എറിയുന്നവരുടെ കാഫിറാവും. ഉസ്താദ് പറഞ്ഞത് ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു. ഈമാൻ സ്വന്തം ശരീരം മുറിവേൽപ്പിച്ചുകൊണ്ട് വർദ്ധിപ്പിക്കാനുള്ള വഴി തുടങ്ങിക്കഴിഞ്ഞാല് ഈ കുത്തുനിറ മറ്റേ ആരെങ്കിലും മരിച്ചു പോയെങ്കിൽ എത്ര ആൾ സമാധാനം പറയും? ഭയങ്കര ചോദ്യ. എന്റെ പൊന്ന് സഹോദര, കുത്തുന്ന മരിക്കുമെങ്കിൽ കുത്തരുത്. പറഞ്ഞ കേട്ടോളാം. കുത്തുന്ന മരിക്കുമെങ്കിൽ കുത്തരുത്. മരിക്കാത്ത ആളെ കുത്താവും. ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി അത്തരം മരിക്കാത്ത കുത്തുകൾ നടത്താൻ പറ്റുമോ? പറ്റും. എന്തുകൊണ്ട് പറ്റും? ഖാലിദ് റളിയല്ലാഹു അൻഹു വിഷം കുടിച്ചു. കുത്തിയ വേദന ചിലപ്പോൾ മരിക്കൂല, ചിലപ്പോൾ മുറിവുകൊണ്ട് രക്ഷപ്പെട്ടേക്കൂ. വിഷം കുടിച്ച അപ്പ കാണിപോലെ ഖാലിദ് റളിയല്ലാഹു അൻഹു ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി വിഷം കുടിച്ചു, അല്ലെങ്കിൽ കറാമത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വിഷം കുടിച്ചു. വിഷം കൊടുത്ത് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന ദിക്ർ ചൊല്ലിയിട്ട് വിഷം കുടിച്ചു. എന്നിട്ട് ഖാലിദ് മരിക്കാതെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അദ്ദേഹം കണ്ട് മരിച്ചുവെങ്കിൽ എത്രയാണെന്ന് സമാധാനം പറയണോ? ഇന്ന് ഖാലിദ് പറഞ്ഞോ? ഖാലിദ് റളിയല്ലാഹു അൻഹു കൃത്യമായ ആ കറാമത്ത് കാണിച്ചു കൊടുത്തത് കൊണ്ട് ഒരു സഹാബിന്റെ പ്രവർത്തനമാണെന്ന നിലക്ക് അത് നല്ലതാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഞങ്ങൾ സഹാബത്തിനെ പിൻപറ്റുന്നവരാ. നിങ്ങൾക്ക് സഹാബിന്റെ പ്രവർത്തനത്തെ പറ്റി എന്താ പറയാനുള്ളത്? മൂപ്പരങ്ങാട്ട് മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എത്ര ആളോട് സമാധാനം പറയണം? അതിനെപ്പറ്റി പറയുന്നത്. ഇന്നത്തെ കാലത്ത് സഹാബാക്കൾ കാണിക്കുന്നതൊക്കെ അന്ന് നിയമങ്ങളൊന്നുമില്ല. ഇന്ന് ശരീരം മുറിവേൽപ്പിക്കാൻ പോയി സ്വന്തം കുഞ്ഞാവൊന്ന് മുഴിച്ചു നോക്കിയാൽ പ്രശ്നമാണ്. ഈ കാലത്ത് ഇതൊരു കുത്തുരാത്തീവിൽ ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കാത്തീവ് ചെല്ലുമ്പോ 20 ആളും കുടുങ്ങും. തൽക്കാലത്തേക്ക് 2 ആഴ്ച റിമാൻഡ് തന്നെയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. പിന്നെ നമ്മൾ തെളിയിക്കണം, ഞാൻ കുത്തിയിട്ടില്ല, അവൻ കുത്തിയിട്ടില്ല, ഓന്റെ ഇഷ്ടത്തിന് കുത്തുകയാണല്ലോ. ഇതൊരു വലിയ വിഷയമായി ഈ നിയമത്തിന്റെ ഇടയിൽ ഇന്നിട്ട് ഹാജരാവുന്ന കാലത്ത് നമ്മൾ സംഭവിക്കില്ല. ഖുർആനാ പറയേണ്ടത്. ഇപ്പോഴത്തെ മുമ്പർക്ക് റിമാൻഡാ പേടി, പറച്ചോരല്ല പേടി. പറച്ചോരെ യാതൊരു പേടിയില്ല. അന്ന് ഇസ്ലാമിക അന്ന് ഭരണമൊന്നുമില്ല എന്നാ പറയണത്. പൊന്നു സഹോദര, നിങ്ങൾ ഏത് ലോകത്താ? അന്ന് ഇസ്ലാമിക ഭരണമുണ്ട്. ആ ഭരണത്തിന്റെ രാഷ്ട്രപിതാവ്, ആ ഭരണത്തിന്റെ നേതാവ്, അതിന്റെ പരമാധികാര പ്രസിഡന്റ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ ഭരണണ്ട്. വ്യഭിചരിച്ചവനെ എറിഞ്ഞത് കൊല്ലും. മായി റളിയല്ലാഹുവിനെ വ്യഭിചരിച്ചിട്ട് എറിഞ്ഞു കൊന്നു. ഒരു പെണ്ണ് വ്യഭിചരിച്ചു വന്നപ്പോ എറിഞ്ഞു കൊന്നു. കട്ടോന്റെ കൈ മുറിച്ചു. 2ാമതും കെട്ടപ്പോ കാല് മുറിച്ചു. 3ാമതും കെട്ടപ്പോ ഒന്ന് കൈ മുറിച്ചു. 4ാമതും മറ്റേ കെട്ടപ്പോ മറ്റേ കാല് മുറിച്ചു. കട്ടോന്റെ കൈയും കാലും കൊത്തുന്ന നിയമമുണ്ട്. ഇന്ന് അതുപോലെയല്ല. 14 ദിവസം റിമാൻഡേ ഉള്ളൂ. കയ്യും കാലും പോലെ കാല. ഒരാൾ സ്വയം ആത്മഹത്യ ചെയ്താൽ അല്ലെങ്കിൽ അതിന് പ്രേരിപ്പിച്ചാൽ എത്ര വലിയ കുറ്റാണ്. അല്ലാഹുവിനെ ഭയപ്പെടുന്ന മുഅ്മിനെ അതാ ചിന്തിക്കേണ്ടത്. ഇസ്ലാമിൽ വല്ല തെറ്റുണ്ടോ? അതുകൊണ്ട് ഒന്നുകൂടി സഹോദരൻ മനസ്സിലാക്കുക. നിങ്ങളെ അങ്ങനെ ആശങ്കയൊക്കെ തീരുന്ന ഒരു ഉത്തരം. ഇനി അതിങ്ങനെ നീട്ടിക്കൊണ്ടാന്ന് വെച്ചതല്ല, തീർന്നല്ലോ. മൂപ്പരെടുത്ത് ഉള്ള ആവശ്യത്തിലുള്ള പരമാവധി കഴിഞ്ഞല്ലോ അല്ലേ? ഇനി മൂപ്പർക്ക് മൈക്ക് വരണ വേണ്ട. മൂപ്പരെടുത്ത് പരമാവധി അല്ലേ കഴിഞ്ഞു. മൂപ്പര് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റിമാൻഡിലായി പോയില്ലേ? നിങ്ങൾ റിമാൻഡിലാവണ്ട. അതിനുള്ള മരുന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ? അങ്ങനെ മരിക്കുന്നോ കുത്തരുത് പൊന്നെ.
മരിക്കുന്നോ കുത്തരുത്. ഈ വിക്രും ഇജാബത്തുമുള്ള ആളുകൾ ശ്രദ്ധിച്ചോളൂ, ഈ വിക്രും ഇജാബത്തും ഉള്ള ആളുകൾ അവർ കുത്തിയാൽ അത് മരിക്കൂല, അത് കറാമത്താണ്. അങ്ങനെ മരിച്ചു പോയാലോ, മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വിഷം കുടിക്കുമ്പോൾ അങ്ങ് മരിച്ചു പോയാലോ, അങ്ങനെ പോയാലോ എന്ന സാധ്യത വളരെ വൈഡ് കറാമത്ത് കാണിക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ടാണ് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നിർവഹിച്ചത്. അതുകൊണ്ട് അതൊരു സ്വഹാബിന്റെ ചര്യ എന്ന നിലക്ക് മുസ്ലിമിന് ചെയ്യാം. ഇസ്ലാമിൽ അതിന് കുറ്റമില്ല. 6000 ചില ആയത്തുകളിൽ അതിനൊരു പ്രശ്നവും പറയണില്ല, ഹദീസുകളിൽ അതിനൊരു പ്രശ്നവുമില്ല. മറിച്ച് സമാനമായ ഹദീസ് ഉള്ളതുകൊണ്ട് അത് ചെയ്യാം. നിയമപ്രശ്നം ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഉമ്മൻചാണ്ടി പിടിക്കുമോ പോലീസ് പിടിക്കുമോ അങ്ങനെ പിന്നെ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് അതിന് നല്ലൊരു ക്യാപ്സ്യൂൾ തന്നെ കയ്യിലുണ്ട്. പക്ഷെ ഒരുപാട് ചോദ്യക്കാരുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കില്ല. അതിനടുത്തൊരു ക്ലിപ്പുണ്ട്. ഒരു കുത്താറാത്തീവ് നടത്തുന്ന ഒരാളെ ഒരു ചാനലുകാരൻ അഭിമുഖം നടത്തുന്ന ഒരു ക്ലിപ്പുണ്ട്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇത്ര കൊല്ലായി നടന്നു, ഞാൻ ഒരുപാട് കൊല്ലം, എത്ര കുത്താറാത്തീവ്, 1000കണക്കിന് എന്നാൽ നിങ്ങളെ നിയമത്തിൽ നിങ്ങൾ പിടിച്ചുള്ളിലാക്കണല്ലോ. എങ്ങനെ ഉള്ളിലാക്കും? ഞാൻ ഏതെങ്കിലും ഒരാൾക്ക് മുറിവേറ്റിട്ട് മുറി ഉണങ്ങാതെ വന്നാൽ അല്ലെങ്കിൽ കുത്തി എന്ന കംപ്ലൈന്റ് വന്നാലേ ഒരു സ്ഥലത്തും കുത്താറാത്തീവിൽ അങ്ങനെ വരുന്നില്ല. അതാണ് കറാമത്ത്. ഒരു നിയമപ്രശ്നമില്ല, മരിച്ചു പോവുകയും ചെയ്യില്ല. നിങ്ങൾ ഒരിക്കലും കുത്താറാത്തീവിൽ പോകരുത്. ഞാൻ നിങ്ങൾക്ക് അതിന് വിശ്വാസമില്ല. നിങ്ങൾ മുറിച്ചാൽ മുറി ഉണങ്ങൂല, കിടക്കേണ്ടി വരും പോലീസിൽ കേട്ടാ. അടുത്താക്കും. ഹലോ, എന്റെ മകനോട് ഒരു സുന്നി ഉസ്താദ് പറഞ്ഞു, മുജാഹിദിനെ കണ്ടാൽ സലാം പറയാൻ പാടില്ലായിരുന്നു. അത് ശരിയാണോ? അതുപോലെ എന്നോടും ഒരു സുന്നി ഉസ്താദ് പറഞ്ഞു, അറിഞ്ഞുകൊണ്ട് മുജാഹിദ് പള്ളിയിൽ നിസ്കരിക്കാൻ പോകാൻ പാടില്ലായിരുന്നു. അതും ശരിയാണോ ഉസ്താദ്? നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകൻ തന്റെ ജ്യേഷ്ഠന്റെ വക്കാലത്തായി ചോദിച്ച ചോദ്യങ്ങൾ ആയിക്കോട്ടെ. അൽഹംദുലില്ലാ, നല്ല 2 ചോദ്യം. ഒന്ന്, നിങ്ങൾ തടിച്ചു നിന്നിട്ട് ആളുകൾക്ക് ബേക്കിലുള്ള ആൾക്ക് കാണണം. അപ്പൊ അതുകൊണ്ട് ഒന്ന് സൗകര്യം ചെയ്ത് കൊടുക്കണം. കാഴ്ചയൊന്നുമില്ല, കേൾക്കേണ്ടതേ ഉള്ളൂ. ഒന്ന്, മുജാഹിദിനെ കണ്ടാൽ സലാം പറയാമോ? ഒന്നാമത്തെ ചോദ്യം അതല്ലേ, ഇല്ലേ? ഈ തിരിച്ച് നമുക്ക് ഈ ചോദ്യം നമുക്ക് ഉരുട്ടിയല്ലേ, തിരിക്കല്ലേ. സുന്നിനെ കണ്ടാൽ മുജാഹിദ് സലാം പറയാമോ? സുന്നി മുജാഹിദിനോട് ചോദിക്കണം ഈ ചോദ്യം. ഇവിടെ 2 ഒന്നുണ്ട്. ഒന്ന്, സുന്നിനോട് സുന്നിക്ക് മുജാഹിദിനോട് അങ്ങോട്ട് സലാം പറയാൻ പറ്റുമോ? അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ആ ചോദ്യം ഉരുട്ടിയിട്ട് തിരിച്ച് അങ്ങോട്ട് ചോദിക്കണം. ഒന്ന്, മുജാഹിദിനോടാണ് എന്റെ ചോദ്യം. മുജാഹിദ് സുന്നിനെ കണ്ടാൽ സലാം പറയാൻ പറ്റുമോ? നേരത്തെ മുജാഹിദ് ബാലിശ്ശേരി പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ? ഈ സമസ്തക്കാർ ദീനുൽ ഇസ്ലാം എന്ന് പുറത്താണ്, അബൂജഹലിനേക്കാളും കടുപ്പാണ്, ഇല്ലേ? അബൂജഹലിനോട്, ഉത്തുബത്തിനോട്, രാമനോട്, കോമനോടും പപ്പനോടും രാമായണനോടും ആരെങ്കിലും സലാം പറയും? പപ്പട്ട് അസലാം വഹിക്കൂ, പറയോ? പെണ്ണുങ്ങൾ ഇത് ഇരുന്നെ ശരിയല്ലേ, നിങ്ങൾ കൂക്കാൻ വിളിക്കാം, മെല്ലെ പറയാം കേട്ടാ. എന്താ ഷട്ടറൊന്നും കൊണ്ടുവരാണ്ട്? പെണ്ണുങ്ങൾക്ക് മികച്ച ഷട്ടർ വേണം, മെല്ലെ ശരിക്കാവും കേട്ടാ. ദുർബലം വിചാരിക്കരുത്, ഷട്ടർ ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പാടില്ല നമുക്കല്ലേ. അപ്പോ രാമാട്ടനോടും പപ്പാട്ടനോടും അസ്സലാമു അലൈക്കും എന്ന് പറയില്ലല്ലോ. എന്നാൽ ഞങ്ങൾ അബൂജഹലിനെപ്പോലും മുസ്ലിക്കാന്നാ പറയണത്. അപ്പൊ നമ്മളോട് മുജാഹിദ് സലാം പറയുന്നതിന്റെ വിധി എന്താ? മുജാഹിദിനോട് അങ്ങോട്ട് ചോദിക്കണം. നമ്മളെ തുടർന്ന് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താ? മുജാഹിദിനോട് അങ്ങോട്ട് ചോദ്യം. നമ്മളെ പെൺകുട്ടികളെ കിട്ടുന്നതിന്റെ വിധി എന്താ? മുജാഹിദിനോട് അങ്ങോട്ട് ചോദ്യം. രാമാട്ടനും പപ്പാട്ടനും അർത്ഥത്തിൽ നമ്മളാരും തൊണ്ണൂറല്ലോ ഇല്ല. നമ്മൾ തമ്മിൽ മതവർഗീയത കൊണ്ടൊന്നുമല്ല, നമ്മുടെ മതനിയമ ഇല്ല, വർഗീയതൊന്നുമില്ല. നമ്മുടെ സുഹൃത്താണ് പപ്പാട്ട്, നമ്മൾ വീട്ടിൽ അയൽവക്കത്ത് താമസിക്കുന്ന പപ്പാട്ടനാണ്, വളരെ ഇഷ്ടപ്പെട്ട ആളാണ്, എല്ലാം കൊണ്ടും നല്ല നിലക്ക് ജീവിക്കുന്ന ആളാണ്. പക്ഷെ പപ്പാട്ടൻ അർത്ഥം നമ്മൾ തിന്നൂല. അത് കാരണം നമ്മുടെ മതത്തിന്റെ നിയമം അങ്ങനെയാ. എന്നാൽ നമ്മൾ അബൂജഹലിനേക്കാളും കടുത്ത മുസ്ലിക്കാണെന്ന് വഹാബി പറയുന്നു, നമ്മൾ അർത്ഥം തിന്നോ? വഹാബിനോടോ ചോദ്യം. ഇനി നമ്മളെ വക പറയാം, ഇല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം വഹാബികൾ അവർ മുബ്തദീകളാണ്. ദീനിൽ പുത്തനാശയം കടത്തിക്കൂട്ടിയ ആളുകളാണ്. മുബ്തദീനോട് സലാം പറയരുത് എന്നാണ് വിധി. മുബ്തദീനോട് സലാം പറയരുത്. എന്തുകൊണ്ട് സലാം പറയരുത്? അത് കാഫിറായിട്ടല്ല, അയാളുടെ മനസ്സ് മാലിന്യമാണ്. മൂത്രപ്പരയിലുള്ള ഒരു മുസ്ലിമിനോട്, സുന്നിയൻ തന്നെയാ, ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദിനോട് മൂത്രപ്പരയിലിരിക്കുക. കണ്ണിയത്തുസ്താദല്ലേ, വലിയ മഹാനല്ലേ, മൂത്രപ്പരയിൽ കണ്ണിയത്തുസ്താദ് തന്നെയല്ലേ, പക്ഷെ സലാം പറയാൻ പറ്റുമോ മൂത്രപ്പരയില്? കാരണം സ്ഥലം വളരെ മാലിന്യമാണ്. എന്നതുപോലെ വഹാബിന്റെ മനസ്സ് മാലിന്യമാണ്, ബിദ്അത്ത് എന്നതാണ് കാരണം. ബിദ്അത്തുള്ള ആളോട് സലാം പറയരുത്. അതിന് തെളിവ് അത് സജറാണ്. അവരെ ബിദ്അത്തിൽ നിന്ന് അകറ്റാനും സലാം പോലും പറയാൻ പറ്റാത്ത ജാതിയാണെന്ന് ജനമനസ്സുകളിൽ വരുത്താനും അങ്ങനെ ജനങ്ങൾ അതിലേക്ക് കടന്നു പോകുന്നതിനെ തൊട്ട് തടയാനുമാണത്. ഏതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന 3 സഹാബികളോട് 50 ദിവസം സലാം പറയാതെ നിന്നിട്ടുണ്ട്. സലാം പറയരുതെന്ന് പറഞ്ഞു. അവർ അങ്ങേയറ്റ തൗബ വിട്ട സലാം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുത്തനാശയക്കാരോട് സലാം പറയരുത്. അവർ സലാം പറഞ്ഞാൽ മടക്കുകയും വേണ്ട. രണ്ടാമത്തത്, അവരെ തുടരാൻ പറ്റുമോ? അവരാണെന്ന് അറിഞ്ഞാൽ പിന്നെ തുടരാൻ പറ്റുമോ?
മുബ്തദിഇനോട് തുടരൽ കറാഹത്താണ്. തുടരൽ ഹറാമൊന്നുമില്ല, തുടരൽ കറാഹത്താണ്. കറാഹത്തായതുകൊണ്ട് തന്നെ കറാഹത്തായ ഒരു തുടരലുമായി ബന്ധപ്പെട്ട കറാഹത്ത് വന്നാൽ തുടരലിന്റെ കൂലി പോയി, ജമാഅത്തിന്റെ ഫളീലത്ത് നഷ്ടപ്പെട്ടു. അപ്പൊ മുബ്തദിഇനോട് തുടരുന്നതുകൊണ്ട് ജമാഅത്തിന് കൂലിയൊന്നും കിട്ടില്ല. അതുകൊണ്ട് അവരോട് തുടരാതിരിക്കണം. അതാണ് അതിന്റെ മസല. ക്ലാസ് റൂമുകാർക്കും ചോദിക്കാം, ക്ലാസ് റൂമിൽ ആർക്കും വേണമെങ്കിൽ ചോദിക്കാം. അസീസ് യമാനി എഴുത്തരും നമ്മുടെ ഈ പരിപാടി, ഈ ധർമ്മടത്ത് നടക്കുന്ന ഈ പരിപാടി ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും നമ്മുടെ പ്രവർത്തകർ കേൾക്കുന്നുണ്ട് നമ്മുടെ ക്ലാസ് റൂമിലൂടെ. അള്ളാഹു അവർക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അതുപോലെ ഇവിടെ തുങ്ങിക്കൂടി പഠിച്ചു നടക്കുന്ന സുഹൃത്തുക്കൾക്ക് ആർക്കും ചോദിക്കാം, മുജാഹിദുകൾ വരുന്നില്ലെങ്കിൽ ആർക്കും ചോദിക്കാം. നിങ്ങളുടെ സംശയം, ജീവിതത്തിലുള്ള സുന്നത്തിനുമായി ബന്ധപ്പെട്ട ഏത് സംശയം ചോദിക്കാം. അസ്സലാമലൈക്കും. ഞാനൊരു മുജാഹിദോ ജമാഅത്ത് ഇസ്ലാമി പുത്തനാശയക്കാരൻ അങ്ങനൊന്നുമല്ല. ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് വെച്ചാല് ഇപ്പോ എന്താ പറയാ, മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നത്തില് ഒരു പല ബുദ്ധിമുട്ടുകളും മടി കുഴപ്പങ്ങൾ അങ്ങനെ പലതും ഇങ്ങനെ കേൾക്കുന്നതിലുള്ള ഒരു വിഷമം കൊണ്ട് ചോദിക്കുന്നതാണ്. ഞാൻ ഇൽമ അറിയുന്ന ആരെയും ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അത്യാവശ്യം ബാധകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇൽമ മാത്രമേ എനിക്കുള്ളൂ. അപ്പോ നൗഷാദ് വാഖഫിന്റെ ആയാലും കബീർ വാഖഫിന്റെ ആയാലും ജാക്കിർ നായിക്കിന്റെ അങ്ങനെ ആരെയും ഇൽമ ഞാൻ കേൾക്കലുണ്ട്. ജാക്കിർ നായിക്കിന്റെ കേട്ടിട്ട് ഒരുപാട് ഹിന്ദുക്കൾ മുസ്ലിമായിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ ചോദ്യം പറഞ്ഞാൽ മതി, വെറുതെ അങ്ങനത്തെ കുറെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ടാവും. ഓക്കെ. ജാക്കിർ നായിക്ക് വിഷയം ചോദിക്കാനുള്ള ചോദ്യത്തിലേക്ക് കടന്നു വന്ന് ചോദിക്കും. മുജാഹിദ് ജമാഅത്ത് ഒന്നില്ലെങ്കിൽ സുന്നിയാണോ? അതെ അതെ, ആണ് സുന്നിയാണ്. എന്നാ അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് വൈകാരികമായി മൈക്ക് കിട്ടിയാൽ എന്തൊക്കെയോ പറയാൻ ആഗ്രഹമുണ്ട്. അത് പറഞ്ഞാൽ അത്ര നമ്മളെല്ലാം സമയം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ചോദ്യത്തിന്റെ പോയിന്റിലേക്ക് പ്രിയ സുഹൃത്ത് വരിക. ജാക്കിർ നായിക്കിന്റെ പ്രസംഗം കേട്ടിട്ട് ഒരുപാട് ഹിന്ദുക്കൾ മുസ്ലിമായിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് അവര് മുജാഹിദിന്റെ ഒരു ആശയക്കാരനാണ്. അതുപോലെ മറ്റ് സുന്നി പണ്ഡിതന്മാരെയും കേട്ടിട്ട് ഒരുപാട് ഹിന്ദുക്കൾ മുസ്ലിമായിട്ട് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ മുജാഹിദിന്റെ ഇത് കണ്ടിട്ട് വന്ന ഒരു അമുസ്ലിം, അപ്പോ അവരോട് സുന്നി മതക്കാരെന്താ പറയാ, അവർ പിന്നെയും ഹിന്ദു എന്താ പറയാ തെറ്റിലേക്ക് തന്നെയാണ് പറയാ. അതുപോലെ മുജാഹിദുകൾ സുന്നികൾ എന്താ പറയാ, അവര് വീണ്ടും തെറ്റിലേക്ക് തന്നെയാണ് പറയാ. ചോദ്യം മനസ്സിലായി? മനസ്സിലായിട്ടുണ്ട്. നല്ല സുഹൃത്ത്. ഇവർ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന അറിയാനുള്ള ജിജ്ഞാസയോടെ ചോദിച്ച ചോദ്യം. അല്ലാഹു തആല സഹോദരന് നല്ല അറിവും വിദ്യാഭ്യാസവും വികാസവും ബുദ്ധിയും ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. നല്ലൊരു ഇങ്ങനെ മനസ്സിൽ നിന്ന് വന്നൊരു ചോദ്യം. ജാക്കിറ ഷാക്കിറ, അത് ഇംഗ്ലീഷ് പറയുന്നത് സിനദിൻ സിദാൻ എന്നൊക്കെ പറയും പോലെ. എന്താണ് ജാക്കിറ? ജാക്കിർ അല്ല കേട്ടാ, ജാക്കിർ എന്നങ്ങനെ പറയാം, അല്ലെങ്കിൽ ഷാക്കിർ എന്ന് പറയാം. ഏതായിരുന്നാലും നമ്മളെന്തിനാ ഇംഗ്ലീഷുകാരെ പോലെ അതപ്പതിക്കുന്നത്? സൈനുദ്ദീന്റെ പേര് സിനദിൻ സിദാൻ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയാണോ പറയേണ്ടത്? നമ്മളെ മാപ്പിളാറല്ലേ, മുസ്ലിമീങ്ങളല്ലേ? നമ്മളിങ്ങനെ ഇംഗ്ലീഷ് പഠിക്കിരിക്കുക ഇരിക്കട്ടെ. ഷാക്കിർ നായിക്കിന്റെ പ്രസംഗം കേട്ടുകൊണ്ട് ഒരാൾ മുസ്ലിമായി. അങ്ങനെ ഷാക്കിർ നായിക്ക് മുജാഹിദാന്നാ പറഞ്ഞത്. എനിക്കറിയില്ല അയാൾ മുജാഹിദാണോ, കേരളത്തിലെ മുജാഹിദാണോ അദ്ദേഹം? അല്ല, യഥാർത്ഥത്തിലല്ല. ആയിക്കോട്ടെ. എന്നാലും അദ്ദേഹത്തിന്റെ അടുത്ത് പല വിദേഹത്തുകളുമുണ്ട്. വിദേഹത്തിന്റെ ചിന്തകൾ അദ്ദേഹത്തിലുണ്ട്. ഒരാളുടെ ഒരുപാട് ആളുകൾ മുസ്ലിമാകുന്നു എന്നതുകൊണ്ട് അയാളുടെ വിദേഹത്ത് നല്ലതാകുന്നില്ല. സുഹൃത്ത് ശരിക്കും മനസ്സിലാക്കണം, വിഷയം ഇവിടെ ഗൗരവമുള്ള വിഷയമുണ്ട്. ഞാൻ അതിന് വേഗം മനസ്സിലാകാൻ ഒരു ഉദാഹരണം കൊണ്ട് തുടങ്ങാം. എന്റെ നാട്ടിൽ ഈ അടുത്ത് കുറച്ചു മുമ്പ് മരണപ്പെട്ടുപോയ ഒരു മൻസൂർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഖാദിയാനിയായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ നല്ല പരിചയം. അദ്ദേഹം കൊണ്ട് ഒരുപാട് ആളുകൾ മുസ്ലിമായിട്ടുണ്ട്. എന്റെ അറിവിൽ തന്നെ ഉണ്ട് മുസ്ലിമായിട്ടുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കിതാബ് എഴുതാൻ മാത്രമൊന്നുമില്ല, കുറച്ച് ആളുകൾ മുസ്ലിമായിട്ടുണ്ട്. ആ മുസ്ലിമായ ആളെല്ലാം ഖാദിയാനിയിലേക്കാണ് പോയത്. ഖാദിയാനി നിങ്ങൾക്കറിയാലോ, ഇസ്ലാമിക ലോകത്ത് നിന്ന് പുറത്താ. അയാളെ പറ്റി നിങ്ങളെ വീക്ഷണം ധരിക്കും. ഒന്ന്, ഞാൻ പറഞ്ഞുതരാം. 2, അള്ളാഹുവിന്റെ റസൂലിന്റെ 4ാമത്തെ ഖലീഫ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് വന്ന പുതിയൊരു വിഭാഗമാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഖവാരിജികൾ. ഖവാരിജികൾ എന്ന് പറഞ്ഞാൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു അടങ്ങുന്ന സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ സഹാബികൾക്കെതിരെ രംഗത്ത് വന്നവരാണ്. അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവർ മുട്ടിന്റെ ഏതാണ്ട് കുറച്ച് താഴെ വരെ തുണിയെടുക്കുള്ളൂ. മാത്രമല്ല അവർക്ക് നീളമുള്ള തലപ്പാവും, വാലിന്റെ തലപ്പാവും വലിയ താടിയുണ്ടാവും.
ഇന്ന് മദീനത്ത് പോയാൽ രാത്രി സമയത്തൊക്കെ 10 മണിക്ക് ശേഷമൊക്കെ മസ്ജിദ് നബവിയിൽ പോയാൽ ഏറ്റവും കൂടുതൽ എത്രയോ സുന്നത്ത് നിസ്കരിക്കുന്ന കാണാം. അവർ എത്രയോ സുന്നത്ത് നിസ്കരിക്കും. അവർ ഇന്ന് അതിന്റെ ശാഖയുണ്ട് ലോകത്ത്. ഖവാരിജികളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുജാവിസു ഈമാനുഹും ഹനാജിസഹും, അവരുടെ ഈമാൻ തൊണ്ടക്കുഴി വിട്ട് കിടക്കൂല. അവര് മോമിനീങ്ങളല്ല, അവർ ഈ കാട്ടിക്കൊട്ടലേ ഉള്ളൂ, കൽബിലേക്ക് ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവരെത്രയോ നിസ്കരിക്കുന്നവരാണ്, അവരെത്രയോ നോമ്പെടുക്കുന്നവരാണ്, അവരെത്രയോ സുഹൃത്തുക്കൾ നമ്മുടെ കാഴ്ചയിൽ ചെയ്യുന്നവരാണ്. പക്ഷെ അവർ വിദുരത്തിന്റെ ഹുലുകാരാണ്. എന്താണ് വിദുരത്ത് എന്ന് പറഞ്ഞാൽ? ദീനിൽ ഒരു പുതിയ കാര്യം സമർപ്പിച്ചവർ എന്നാണ് അതിനർത്ഥം. അല്ലാഹുവിന്റെ ദീൻ മാറ്റിമറിച്ച ആളുകൾ. യഹൂദി നസ്രാനികൾ എന്താണ് അവർക്ക് പ്രശ്നം? അവരെത്രയോ കരയുന്ന നസ്രാനി പള്ളിയിലച്ഛന്മാരുണ്ട്. അവർക്കിങ്ങനെ ദൈവത്തിനെ വിളിച്ച്, ഈശ്വരനെ വിളിച്ച്, യേശുവിനെ വിളിച്ച് കരയുകയാണ്. എന്താണ് അവർക്ക് പ്രശ്നം? അവർ ദീനിനെ മാറ്റിമറിച്ചു എന്നവരാണ്. ദീനിനെ മാറ്റിമറിച്ചുകൊണ്ട് ശിർക്കും കുഫറുണ്ടാക്കിയപ്പോഴാണ് അവരുടെ മതം തന്നെ വേറെയായത്. എന്നാൽ ഈ ദീനിലെ കാര്യങ്ങൾ ശിർക്കൊന്നാക്കുന്നില്ലെങ്കിലും സുന്നത്തുകളെ മാറ്റിമറിച്ചവരാണ് മുബ്തദീങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിനെ മാറ്റിമറിച്ചവർ. അപ്പൊ എത്രയോ കാലം കാഫിറായ ഒരാൾ ഒരു ഇസ്ലാമിക പ്രബോധനയിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അവസരം കിട്ടി ആ കാഫിറിന്. അങ്ങനെ അയാൾ കടന്നു വന്നിട്ട് അയാൾ വിദേഹത്തിലേക്ക് പോയെങ്കിലോ അയാളുടെ ജീവിതം മറ്റൊരു അപജയത്തിലേക്ക് പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം ഉണ്ടെന്ന് അവരെല്ലാം കണ്ടുപിടിച്ച് ബോധ്യപ്പെടുത്തി നിങ്ങൾ അവരെ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരണം. നമുക്കതിനൊന്നും നിർവാഹമില്ല. അള്ളാഹു അവർക്ക് അതാ വിധിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യകാലം കുഫറിലായിരുന്നു, പിന്നീട് വന്നത് വിദേഹത്തിലേക്കാണ്. ആ വിദേഹത്തിലേക്ക് വന്ന ഫലം അയാൾക്കുണ്ടാകും. മുബ്തദീനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ നിസ്കാരം സ്വീകരിക്കപ്പെടൂല. കാരണം അവർ ദീനിനെ മാറ്റിമറിച്ചവരാണ്. ദീനിനെ മാറ്റിമറിച്ചു. അള്ളാഹുവിന്റെ ദീനിൽ പുതിയ തൗഹീദ്, പുതിയ ഫിർഖൊക്കെ ഉണ്ടാക്കി. അത് ഭയങ്കര അപകടമാണ്. എന്നാൽ അത്ര ഒരു അപകടം സാക്കിർ നായിക് എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ചൊക്കെ വഹാബിയത്വം പറഞ്ഞുണ്ട് എന്ന് ചോദിച്ചാൽ ഈ കേരളത്തിലെ മുജാഹിദുകളെ പോലത്തെ വഹാബിയൊന്നുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങളായുള്ള പ്രസംഗം എപ്പോഴും കേൾക്കുന്നതായിരിക്കും. ഞാൻ ഒരിക്കൽ പോലും കേൾക്കാറില്ല ആളത്തിന്റെ പ്രസംഗം. എന്റെ ആവശ്യമില്ല. ഇമാമിങ്ങളുടെ എത്ര കിതാബുകളുണ്ട് ഞങ്ങൾക്ക്, അതെന്നെ നോക്കിയാൽ തീരാത്തതുണ്ട്. ആയിക്കോട്ടെ, മറുപടി സംതൃപ്തമല്ലെങ്കിൽ നിങ്ങൾ തുടർന്ന് ചോദിക്കാം. നിങ്ങളെ ഇകഴ്ത്താൻ വേണ്ടി പറഞ്ഞൊന്നല്ല, നിങ്ങളെ മനസ്സിലാക്കി മറുപടി പറഞ്ഞതാണ്. നിങ്ങൾക്ക് തൃപ്തമല്ലെങ്കിൽ ഞാൻ ചോദിക്കാം. മരിച്ചയാളെ വീടുകളിലേക്ക് ദിക്റാൽക്ക സംഘടിപ്പിക്കുക, ഒരു 70,000 ദിക്റ്, എന്നിട്ട് മരിച്ചയാളെ ഖബറിലേക്ക് എത്തിക്കുക. അത് കാരണം മരിച്ചയാളുകൾക്ക് ഖബറിലേക്ക് വല്ല വിഷമവും ബുദ്ധിമുട്ടും നേരിടുന്നുണ്ടെങ്കിൽ ആ ദിക്റാൽക്കന്റെ മഹത്വം കൊണ്ട് ഒരുപക്ഷെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവായി കിട്ടുക. അതുപോലെ തന്നെ നമ്മുടെ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നാലത്ത് സ്വലാത്ത് ഇല്ല, നൂറുൽ ഈമാൻ ആഗമ സ്വലാത്ത്, ഇതിന്റെയൊക്കെ മഹത്വം ഒന്ന് ശരിയാണ്. നിങ്ങളുടെ പേരെന്താ? നൗഷാദിന്റെ നാടെവിടെയാ? സുന്നിയായിരിക്കും അല്ലെ? വിചാരിക്കുന്നു. ആയിക്കോട്ടെ, സുന്നിയാലും അല്ലെങ്കിൽ ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അദ്ദേഹം ചോദിച്ചത് മരിച്ച ആളുകൾക്ക് വേണ്ടി ദിക്റില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ കാര്യങ്ങളുടെ ഫലം കൊണ്ട് മരിച്ച ആൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുക, അവർക്ക് പുണ്യം കിട്ടുമെന്ന് വിചാരിക്കുക അല്ലെ. രണ്ടാമത് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവുമ്പോ ആരിഫ് സ്വലാത്ത് ഇല്ല, ആലമു സ്വലാത്ത് ഇല്ല, ആയിട്ടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു കേട്ടെ, നിങ്ങൾക്ക് മേക്ക് തരും. ഞങ്ങൾ ഒരിക്കലും മേക്ക് തരുന്നൊന്നുമില്ല. ഞങ്ങൾക്ക് എത്ര മേക്ക് തരും? നിങ്ങൾ പറഞ്ഞു തീരുന്നവരെ മേക്ക് തന്നു. പ്രസംഗിക്കാൻ മേക്ക് തരൂല. ചോദ്യം ചോദിക്കാൻ എത്രയും മേക്ക് തരും, എത്രയും ചോദിക്കുകയും ചെയ്യും. ഇന്ന് ഞാൻ പറഞ്ഞു കഴിയട്ടെ. 2 ചോദ്യമാണ് ഞാൻ അദ്ദേഹത്തിന്റെ വരികളിൽ നിന്ന് വായിച്ചെടുത്തത്. ആ 2 ചോദ്യത്തിനാണ് മറുപടി പറയുന്നത്. ഒന്ന്, മരണപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ. അതിൽപ്പെട്ട ഒന്ന്, അവർക്ക് ഖുർആൻ ഓതി അവർക്ക് ഹദിയ ചെയ്യൽ. 2, അവർക്ക് വേണ്ടി ദിക്റുകൾ ചൊല്ലി ഹദിയ ചെയ്യൽ. 3, അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്ത് ഹദിയകൾ ചെയ്യൽ. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുക. അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുക, അവർക്ക് വേണ്ടി ഉംറ ചെയ്യുക, അവർക്ക് വേണ്ടി പലതും ചെയ്യും. ഇതിന്റെ ഇസ്ലാമിക മാനം എന്താണ്? വഹാബികൾ പൊതുവെ അതിന്റെ വിരോധികളാണ്. അവർക്ക് തെളിവ് വഹൽ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, അവനവൻ ചെയ്തതേ അവനവനിക്കുള്ളൂ എന്ന ആയത്താണ് അവരതിന് തെളിവ് പറയാറ്, ഇല്ലേ? എന്നാൽ ആ ആയത്തിനും സമാനമായ സംഭവങ്ങളും എല്ലാം
നമ്മൾ ലളിതമായി ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും വഹാബി പറഞ്ഞതല്ല ആയത്തിന്റെ മഴ. അങ്ങനെയല്ല അത്. വഹൽ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്തിന്റെ മഴ പറയുന്നതിന് മുമ്പ് മരിച്ച ആളുകൾക്ക് വേണ്ടി ജീവിച്ച ആളുകൾ ചെയ്ത ഒട്ടനവധി സംഭവങ്ങളിൽ നിന്ന് 2-3 ഞാൻ എക്സാമ്പിൾ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കാം. ഉദാഹരണം, മഹാനായ സയ്യിദുനാ സഅദ് ഉമ്മൻചാണ്ടി, സഅദ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റിയില്ലല്ലേ? മഹാനായ സയ്യിദുനാ സഅദ് റളിയല്ലാഹു അൻഹു പോരല്ലോ, മഹാനായ സയ്യിദുനാ അസ്സഹാബിയുൽ ജലീൽ സഅദ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്നു ഇതേപോലത്തെ ഒരു മുഖാമുഖം. എന്താ ചോദിച്ചത്? നബിയേ, ഇന്ന ഉമ്മീ മാതത് ഫുജ്അതൻ അഫ അതസദ്ദഖു അൻഹാ ഇൻ തകല്ലമത് തസദ്ദഖത്. നബിയേ, എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയതാണ്. ചിന്തിച്ചിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്തെങ്കിലും സദഖ ചെയ്യുമായിരുന്നു, സദഖക്ക് വസിയത്ത് ചെയ്യുമായിരുന്നു. പെട്ടെന്നായതുകൊണ്ട് അതിനൊന്നും ഇടം കിട്ടിയിട്ടില്ല നബിയേ. അതുകൊണ്ട് എന്റെ ഉമ്മ മരിച്ചുപോയി. ഉമ്മാക്ക് പകരം ഉമ്മാക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്താൽ മതിയോ നബിയേ? ഈ ചോദ്യം മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ച ചോദ്യം ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, മരിച്ചുപോയാൾക്ക് ജീവിച്ചിരിക്കുന്നത് ഒന്നും കിട്ടില്ല കേട്ടോ. ഹല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്നാ ഖുർആൻ പറഞ്ഞത്. മണ്ടിക്കോ എന്നാണോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? അല്ല. റസൂലുള്ളാഹി പറഞ്ഞ, മോനെ സഅദേ, നിങ്ങളുടെ ഉമ്മാന്റെ പേര് നിങ്ങൾ സദഖ ചെയ്തോളൂ. എന്നിട്ട് എന്താ സദഖ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബി എന്ത് സദഖ ചെയ്യണം? ഞാൻ എന്റെ ഉമ്മാക്ക് ഒരു കിണർ ചോദിച്ചോട്ടെ. അങ്ങനെ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ സമ്മതപ്രകാരം ഉമ്മാന്റെ പേരിൽ ഒരു കിണർ ഒഴിക്കുകയും എന്നിട്ട് പറഞ്ഞു, ഹാദാ ലി ഉമ്മി സഅദ്, ഇത് സഅദിന്റെ ഉമ്മാന്റെ പേരിലാണ്. ഹാദാ ലി ഉമ്മി സഅദ്, ഇത് സഅദിന്റെ ഉമ്മാന്റെ പേരിലാണ്. എന്താണ് ആ പേരിൽ പറഞ്ഞാൽ? ആ കിണർ കൊണ്ട് ജനങ്ങൾ കിട്ടുന്ന ഉപകാരങ്ങൾ മുഴുവനും, ജനങ്ങൾക്ക് വേണ്ടി സദഖ ചെയ്ത് ആളുകൾ വെള്ളം കുടിക്കുന്ന എല്ലാ കൂലിയും സഅദ് റളിയല്ലാഹു അൻഹുവിന് കിട്ടും പോലെ ഉമ്മാക്ക് കിട്ടുകയാണ്. കാരണം ഉമ്മാന്റെ പേരിലാണ് സഅദ് ചെയ്തത്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. മനസ്സിലായോ? പറഞ്ഞപ്പോൾ മരിച്ചാക്ക് ജീവിച്ചിരിക്കുന്ന ആളുകൾ പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് ദാനം ചെയ്യാം. ഒരു ഉദാഹരണമാണിത്. നിങ്ങൾക്ക് സംതൃപ്തമല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് തൃപ്തിയായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിന് മറുപടി ക്ലോസ് ചെയ്യുന്നു. ഒരുപാട് അങ്ങോട്ട് ദാനം ചെയ്തതും ഖുർആൻ ഓതിയതും ദുആരുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതും ഒക്കെ ധാരാളം സംഭവങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാഹ് വേണ്ടതനുസരിച്ച് പറയും. രണ്ടാമത്തെ ചോദ്യം, ഒരാൾക്ക് വിഷമം ഉണ്ടാവുമ്പോ തന്നെ ആരിയത്ത് സലാത്ത് ഇല്ല, മുൻജിയത്ത് സലാത്ത് ഇല്ല, അയലമു സലാത്ത് ഇല്ല, അതല്ലേ ചോദ്യം? അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? വിഷമം ഉണ്ടാവുമ്പോ എന്താ വേണ്ടത്? സലാത്ത് ഇല്ല. സലാത്ത് ഒരുപാടുണ്ട്, ഒരുപാട്. ഇബ്രാഹിമിയ സലാത്തൊട്ട് സമദാനിയ സലാത്ത് വരെ ഉണ്ട്. അബ്ദുസ്സമദ് സമദാനി ഉണ്ടാക്കിയൊരു സലാത്തുണ്ട്. കോട്ടക്കല്ല് മൂപ്പർ സലാത്ത് മജ്ലിസിൽ മൂപ്പർ ശിഷ്യന്മാരെ കൊണ്ട് ചൊല്ലിപ്പിക്കാൻ വേണ്ടി ഒരു സലാത്ത് മൂപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെനിക്ക് ഓർമ്മയില്ല, എന്റെ കയ്യിലുണ്ടത്. അത് അദ്ദേഹം ഉണ്ടാക്കിയതാണ്, ആരും ഉണ്ടാക്കിയതല്ല, കോപ്പി അടിച്ചൊന്നുമല്ല. അങ്ങനെ ഉണ്ടാക്കാം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നബിക്ക് വേണ്ടി നിങ്ങൾ സലാത്തും സലാമും ചൊല്ലിക്കോളൂ എന്ന ആയത്തിന്റെ വരുതിയിൽ വരുന്ന ഏത് സലാത്തും ചൊല്ലാം. അതിന് തെളിവ് ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്, ഇസ്ലാമിൽ കിതാബുകൾ. ഈ കിതാബിന്റെ തുടക്കത്തിലൊക്കെ ഓരോ സലാത്ത് നല്ല വ്യത്യസ്ത. അപ്പൊ പല സലാത്തുകളും ചെല്ലാം. റസൂലുള്ളാഹിക്ക് സലാത്ത് ചെല്ലുക. എന്തിനാ സലാത്ത് ചെല്ലുന്നത്? പല കാര്യമുണ്ട് സലാത്ത്. ആ സലാത്തിന്റെ നേട്ടങ്ങളുടെ കൂട്ടത്തിൽ ഒരു നേട്ടം യുക്ശഫു ഹമ്മുക വയുഗ്ഫറു ദംബുക. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളുടെ പ്രശ്നിക്കുന്നതിടം പോലും അപ്പൊ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി اللهم صل صلاة كاملة وسلم سلاما تاما. اللهم صل على محمد يا رب صل. എന്തോ സലാത്ത് ടെൻഷൻ തീരാൻ. കാരണം റസൂൽ പറഞ്ഞിട്ടുണ്ട് സലാത്ത് കൊണ്ട് ടെൻഷൻ തീരുമെന്ന്, ദോഷം പൊറുക്കുമെന്ന്, ഗുണം ലഭിക്കുമെന്ന്, പുണ്യം ലഭിക്കുമെന്ന്, നബിയുടെ മദഹ് നബിയുടെ ബറക്കത്ത് ലഭിക്കുമെന്ന്, നബിയുടെ മദഹ് ലഭിക്കുമെന്ന്, നബിയുടെ മുറാഫഖത്ത് ലഭിക്കുമെന്ന്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇനി മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞെന്താ? രണ്ട് ചോദ്യം ചോദിച്ചിട്ടില്ല. രണ്ട് ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് സംതൃപ്തി അല്ലെങ്കിൽ പോരല്ലെങ്കിൽ ഇന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ പറയാം.
സർ മറ്റൊരു ചോദ്യം അദ്ദേഹത്തിന് കടന്നു വരാൻ പ്രയാസമുള്ളതാണ്. അല്ല അങ്ങനല്ല. മൂപ്പർക്ക് കൊടുക്കും. നിങ്ങൾ എന്താ ആയത്? തൃപ്തിയാണ്. എനിക്ക് തൃപ്തിയാണ്. എനിക്ക് ആദ്യം തൃപ്തിയാണ്. കേൾക്കാൻ 2-3 വീട്ടിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു. അത് ശരി. അത് നല്ലൊരു മാർഗമാണല്ലോ. കേൾക്കേണ്ട മറ്റുള്ളവരോട് കൂടി ഞാൻ ചോദിക്കുന്നു. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ചില ദിവസങ്ങളിൽ ഞാൻ നേരിട്ട് കണ്ട അനുഭവമാണ് ചോദിക്കുന്നത്. മക്കാമിൽ അന്തവിഷമം കൊള്ളുന്ന വലിയുടെ കബറടത്തിന്റെ മേലെ നെറ്റിവെച്ച് പ്രാർത്ഥിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ വലിയന്റെ ഖബറിന്റെ അടുത്തുള്ള അല്ലെങ്കിൽ ആ ഖബറിന്റെ പുറത്ത് അല്ലെങ്കിൽ ആ മഖാമിൽ അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഒരടിമ പ്രാർത്ഥിക്കുന്നു. വലിയനോട് പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അടിമ ഉടമനോട് തേടുന്ന തേട്ടം. തൊലബുൽ അബദി മിർ റബ്ബിഹി ഹവായിജഹു. അതാണ് ഇസ്ലാമിലെ സാങ്കേതിക ഭാഷമായ ദുആന്റെ മലയാളമായ പ്രാർത്ഥന. ഇനി അപേക്ഷ എന്ന അർത്ഥത്തിൽ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയ്ക്ക് അപേക്ഷ എന്ന് അർത്ഥമുണ്ട്. അപേക്ഷ മുനിസിപ്പാലിറ്റി ഓഫീസിൽ പോയിട്ട് ഞാനൊരു അപേക്ഷ കൊടുത്താൽ പ്രാർത്ഥന എന്ന് മലയാളത്തിൽ പറയാം. മലയാള ഭാഷയിൽ പ്രാർത്ഥനക്ക് അപേക്ഷ എന്ന് അർത്ഥമുണ്ട്. പക്ഷെ ആരെങ്കിലും പറയുന്നുണ്ടോ ഞാൻ ഇന്ന് മുനിസിപ്പാലിറ്റി ഓഫീസിൽ പോയി പ്രാർത്ഥിച്ചിട്ടാ വരുന്നത്? അങ്ങനെ പറയുന്നുണ്ടോ? പഞ്ചായത്ത് ഓഫീസിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചിട്ടാ വരുന്നത്? ഇല്ല. അത് സാങ്കേതികമായി നമ്മളെ ഉപയോഗിക്കില്ല. അത് ഡിക്ഷണറി ഭാഷ മാത്രം നമ്മൾ ഉപയോഗിക്കലില്ല. മറിച്ച് മക്കാമിൽ പോയി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ഖിബിലയിലേക്കാണ് മുന്നിടേണ്ടത്. ഇനി വലിയന്റെ ഖബറിലേക്ക് മുന്നിടാം. അങ്ങനെ പറഞ്ഞ ഇമാമുകളും ഉണ്ട്. 2 മസലയാണ്, 2 അഭിപ്രായമുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, ഞാൻ മദീനത്ത് ചെന്നാൽ റസൂലുള്ളാഹിന്റെ ഖബറിനെ കൊള്ള തിരിയണോ ദ്വാരക്കുമ്പോൾ, അതോ ഖിബിലയിലേക്ക് തിരിയണോ? ഇമാം മാലിക് തങ്ങൾ മദീനത്തെ ഇമാമാണ്, മദീനത്തെ പള്ളിയിലെ ഇമാമാണ്, ഇമാം അഹ്ലുൽ മദീനയാണ്. മൂപ്പരുടെ മറുപടി വലിമ തസ്രിഫു വജ്ഹക അൻഹു വഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം. ഇമാം ഖാദിയാൽ തന്റെ ശിഫയിൽ ഈ സംഭവം ഉദ്ധരിക്കുകയാണ്. എന്തിനാണോ നീ റസൂലുള്ളാഹിനെ വെച്ച് തിരിഞ്ഞ് വേറെ ഭാഗത്തേക്ക് തിരിയത്? റസൂലിന്റെ അല്ലേ നിന്റെ വസീല, അതുകൊണ്ട് നബിയിലേക്ക് തന്നെ തിരിയൂ. അപ്പൊ മക്കാമിലേക്ക് തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാരക്കാം. അത് മക്കാമിലെ വലിയനോട് ദ്വാരക്കാനല്ല, അള്ളാഹിനോട് തന്നെ ദ്വാരക്കുന്നത്. പക്ഷെ വലിയ തവസ്സുലാണ്. വസീലത്തുക മഹാനായ ഇമാം മാലിക് തങ്ങളുടെ മറുപടിയാണ്. വസീലത്തുക വസീലയ ഇടക്കാരനാണ്, ഷഫീയാണ്. എന്നാൽ ഈ കബറ് പിടിച്ച് ചുംബിക്കാമോ മുത്താമോ? മുത്തുന്നതിന്റെ ഭാഗമാണ് നെറ്റിവെക്കൽ. നെറ്റി നിരത്തി വെച്ച് 7 അവയവങ്ങളും വെക്കലാണ് സുജൂദ്. അത് വലിയന്റെ കബറിൽ പാടില്ല. അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. അത് ഭയങ്കര അപകടമാണ്. അതേ സ്ഥാനത്ത് അയാൾ കാൽമുട്ടോ കൈമുട്ടോ അല്ലെങ്കിൽ മറ്റു അവയവങ്ങളൊന്നും വെച്ചിട്ടില്ല. മറിച്ച് അയാൾ നെറ്റി മക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അത് ചുംബിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്, ചുംബനത്തിന്റെ ഒരു ഭാഗമാണത്. ആ രീതിയിൽ നെറ്റിയും ചുണ്ടുകളും മക്കാമിന്റെ മേൽ വെക്കുക എന്നതിനെ സംബന്ധിച്ച് ശാഫി മദ്ഹബിൽ ഭിന്നവീക്ഷണമുണ്ട്. അത് സുന്നത്താണ്, അത് നല്ലതാണെന്ന് രേഖപ്പെടുത്തിയ ഇമാമുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. ഒന്ന് മഹാനായ അല്ലാമ ഷെർവാനി, അവിടുത്തെ ഷെർവാനിയിൽ ഒരുപാട് ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവർക്കതിനുള്ള തെളിവ് കേട്ടോളൂ നിങ്ങൾ. നമ്മൾ കഅബയെ പിടിച്ച് ചുംബിക്കുന്നുണ്ട്, ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നുണ്ട്, അതിന്മേൽ നെറ്റി വെക്കുന്നുണ്ട്, അതിൽ കവിൾത്തരം വെക്കുന്നുണ്ട്, നമ്മളതിൽ ചുംബിക്കുന്നുണ്ട്. എന്താണ്? അത് ബറക്കത്തുള്ള സാധനമാണ്. അള്ളാഹുവിന്റെ ബറക്കത്തുള്ള ഒരു അടിമ, അള്ളാഹുവിന്റെ സൃഷ്ടി, ബറക്കത്തുള്ള സൃഷ്ടി, പുണ്യം. ആ പുണ്യം കാക്ഷിക്കുന്നത് പോലെ ഒരു വലിയ അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് മരിച്ചൊരു വലിയ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട നബിയുടെ സഹാബിയാകുന്ന സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉദാഹരണം, അല്ലെങ്കിൽ സഅദ് റളിയല്ലാഹുവിന്റെ ഉദാഹരണം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ബദരീങ്ങളിൽപ്പെട്ട ഒരു സഹാബി, ഒരു വലിയ മഹാനാണ്. ആ മഹാൻ മറവിട്ട് കിടക്കുന്ന സ്ഥലം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ബറക്കത്തുള്ള സ്ഥലമാണ്. ആ ബറക്കത്ത് കാംക്ഷിച്ചുകൊണ്ട് നെറ്റിവെച്ചാൽ അത് ഈ ഇനത്തിൽ പെടും. അത് നല്ലതാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ അത് വെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരുമുണ്ട്. അതുകൊണ്ട് അങ്ങനെ നെറ്റിവെക്കുന്ന ഏർപ്പാട് പരമാവധി ചുരുക്കുക. അവിടെ ആ രീതിയിലുള്ള സ്വഭാവങ്ങൾ വർദ്ധിച്ചു വന്നാൽ ക്രമേണ അത് സുജൂദ് ചെയ്യുന്നതിലേക്കൊക്കെ വഴിയാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കലാണ് നല്ലത്. അതുകൊണ്ട് ചുരുക്കാമെന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞവർ ഇമാമിങ്ങളില്ല. മനസ്സിലായോ? സുജൂദ് എന്നത് കേവലം നെറ്റിവെച്ചാൽ സുജൂദാവോ? നെറ്റിവെയിട്ട് ഒരാൾ മരത്തം വെച്ചുന്ന സുജൂദാവോ? സുജൂദാവൂല. അതേ സ്ഥാനത്ത് സുജൂദിന്റെ രീതിയിൽ വെച്ചാൽ അത് വലിയ കുറ്റമാണ്, അത് ഭയങ്കരമായ പാപമാണെന്ന് മഹാന്മാരായ ഇമാമുകൾ പറയുന്നു.
ഉസ്താദ് മറ്റൊരു ചോദ്യം ഈ പ്രദേശത്തുകാരുടെ ചോദ്യമാണ്. ഈ പള്ളിയും മക്കാമും ആയിരാസി അവരുടെ കറാമത്ത് കൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ മുജാഹിദിന്റെ ആൾക്കാർ ഇവിടെ നിസ്കരിക്കാൻ കൂടി വരാത്ത അവരുടെ മയ്യത്ത് ഇവിടെ വെക്കുന്നത് വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. തികച്ചും വൈകാരികമാണ് ചോദ്യം. ഞാൻ വികാരഭരിതനാകുന്നില്ല. മുജാഹിദ് എന്നതും മുസ്ലിമാണ്. മുജാഹിദ് എന്നതും മുസ്ലിമാണ്. ഞങ്ങൾ കാഫിറാണെന്ന് മുജാഹിദുകൾ പറഞ്ഞിട്ടും ഞങ്ങളെ മാന്യത കേട്ടോളൂ. മക്കത്തെ മുശ്രിക്കിനേക്കാൾ കടുത്ത കാഫിറാണ് ചെറുശ്ശേരി ഉസ്താദ് എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി കടുത്ത മുബത്തദിയാണ്. കടുത്ത മുബത്തദിയാണ്. തൗഹീദിൽ മായം ചേർത്ത മുബത്തദിയാണ്. വഹാബികൾ മുബത്തദികളാണ്, പുത്തനാശയക്കാരാണ്. അവരെ കണ്ടാൽ സലാം പറയരുത്, അവർ സലാം മടക്കരുത്, അവരോട് ഇടപാട് നടത്തരുത്. പക്ഷേ അയാൾ മരിച്ചാൽ ആരെങ്കിലും ഒരാൾ ഈ നാട്ടിലുള്ള ആരും ഒറ്റ വഹാബികൾ തിരിഞ്ഞു നോക്കുന്നില്ല, ഇതെങ്കിൽ അയാൾ മാത്രമേ വഹാബിയുള്ളൂ, എന്നാൽ ഞങ്ങൾ അയാളെ കുടിപ്പിക്കണം. ഒരു വഹാബിയായിട്ട് നിസ്കരിക്കുന്നില്ല, എന്നാൽ നിങ്ങളൊക്കെ പോയി നിസ്കരിക്കണം, കഫൻ ചെയ്യണം, അയാളെ മറവ് ചെയ്യണം. മറവ് ചെയ്യാൻ മുസ്ലിമാണെങ്കിൽ ഈ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാം. പക്ഷേ മഹല്ല് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ തീരുമാനം? അവരവിടെ മറവ് ചെയ്യൂല. ഏതുപോലെ ഉദാഹരണം, ഇന്നാളിന്നാളെ മഹല്ലെന്ന് പുറത്താക്കി. മഹല്ലെന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ മഹല്ല് കമ്മിറ്റിക്ക് അധികാരമുണ്ട്. അത് ചില നിയമ ചട്ടക്കൂട്ടുകൾ, ചില സൗകര്യങ്ങൾക്ക് വേണ്ടി മഹല്ല് ചെയ്യുന്നതാണ്. ആ രീതിയിൽ അവരെ മറവ് ചെയ്യാൻ വേറെ ഖബർസ്ഥാനും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ നിയമം കൊണ്ട് നമുക്ക് ആ രീതിയിൽ നേരിടാം എന്ന് വെച്ചു നിർത്തിയാൽ, അയാൾ മരിച്ച സ്ഥിതിക്ക് അയാളെ മറവ് ചെയ്യാൻ വേറെ ആരുമില്ലെങ്കിൽ, അയാളെ മറവ് ചെയ്യാൻ വേറെ ഏത് സ്ഥലമില്ലെങ്കിൽ, അയാളെ നമ്മൾ ഏറ്റെടുത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് നമ്മുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യൽ നിർബന്ധമാണ്. കാരണം അയാൾ മുസ്ലിമാണ്. അയാൾ മുജാഹിദാണെങ്കിലും മരിച്ചില്ല, തീർന്നില്ല. അയാൾ മുജാഹിദീസല്ലോ, മരിച്ചാൽ പിന്നെ കളിക്കൊന്നും ചെയ്യലോ. എനിക്ക് അവിടുന്ന് അവിടെ കൊടുത്തോട്ടെ, നമ്മൾ അവിടെ മറവ് ചെയ്യാം കേട്ടാ. പിന്നെ ഇവിടെ ഒരു കാര്യം ഇടയിലെ ചോദിക്കേ, തബ്ലീഗ് ജമാഅത്ത് മുജാഹിദുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയ്യോ എന്നെ മുജാഹിദ് എന്ന് വിളിക്കല്ലേ എന്ന നാണക്കേടിലേക്ക് മുജാഹിദ് അകപ്പഴിച്ചു പോയി. പൊതുജനങ്ങൾ ഇപ്പോൾ ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്ത്. അതിനെ സംബന്ധിച്ച് ഒരു പഠന പ്രഭാഷണം നടത്തിയ ഏതാണ്ട് 1.25 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പഠന പ്രഭാഷണത്തിന്റെ ഒരു CD ഇവിടെ വിപണിയിലുണ്ട്. അത് പിന്നെ 30 റുപ്യാണ് അതിന്റെ വില, 25 റുപ്യാണ് അതിന്റെ വില. അത് അതിന്റെ റേറ്റ് മാത്രം വെച്ച് ഇവിടെ കച്ചവടത്തിന് വേണ്ടിയല്ല, മറിച്ച് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. അത് വേണ്ട ആളുകൾ വാങ്ങണം എന്നറിയിക്കുന്നത്. അത് കുറച്ചേ ഉള്ളൂ. പിന്നെ വേറെ മംഗലാപുര സംവാദത്തിന് CD ഇല്ലേ? ഒന്നേ ഉള്ളൂ, അല്ല കുറച്ചുണ്ട്. മംഗലാപുര സംവാദ വിശദീകരണത്തിന് കുറച്ച് അത് 10 പേജ് തന്നെ ഉള്ളൂ. അത് വേണ്ടാൽ അങ്ങോട്ട് വരൂ, ഇൻഷാ അല്ലാഹ്. അത് വേണ്ടവർ വാങ്ങണം എന്നറിയിക്കുകയാണ്. അത് ചോദിച്ചോളൂ. മക്ബറുകളിലെ നിലവിളക്ക് കൊളുത്തുന്നതിന്റെ വിധി എന്താ? മക്ബറകളിൽ, മക്ബറയല്ല മക്കാമ്. മക്ബറ എന്ന് പറഞ്ഞാൽ ഖബറിസ്ഥാൻ എന്ന അർത്ഥം. അറബിയില് മലയാളികള് മക്കാമുകൾക്ക് മക്ബറ എന്നാ പറയുള്ളൂ. മക്ബറ എന്ന് പറഞ്ഞാൽ ഖബറിസ്ഥാൻ എന്ന. അങ്ങോട്ട് വരൂ. കേസറ്റിന് അടിപിടിയാ. 25 റുപ്യാണ് ചെറിയ കേസറ്റിന്, മറ്റൊന്നത്തിന് 55, 50, അത്ര 60. ചോർമ്മയില്ല, 65, 50 60 റുപ്യ കൊടുത്താൽ മതി. മറ്റൊന്ന് 25 റുപ്യാണ്. ആള് സാഹസം കേസറ്റിന് വേണ്ടി ഇളകരുത്, അങ്ങോട്ട് എത്തിച്ചേരും ഇൻഷാ അല്ലാഹ്. പിന്നെ ഇപ്പോൾ ചോദിച്ചത് മക്കാമുകളിൽ നിലവിളക്ക് കത്തിക്കുന്നതിന്റെ വിധി എന്താണ്? ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ അമ്പിയാക്കളും ഔലിയാക്കളും മറപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് അവരെ സിയാറത്തിന് വരുന്ന ആളുകൾക്ക് വെളിച്ചം കത്തിക്കുക, വെളിച്ചം കാണാൻ വേണ്ടിയാണ് മക്കാമുകളിൽ വിളക്കുകൾ കത്തിക്കുന്നത്. മക്കാമുകളിൽ വിളക്കുകൾ വെക്കുന്നത്. ഈ വിളക്കുകൾ വെക്കുമ്പോൾ ഒരു വലിയന്റെ മക്കാമിലേക്ക് വിളക്ക് കത്തിക്കുമ്പോൾ ആ വിളക്ക് കത്താൻ ശ്രദ്ധിക്കണം. ആ വിളക്ക് കത്താൻ അതിനെ കത്തിക്കാനുള്ള ഇന്ധനമായ വെളിച്ചെണ്ണ അതിൽ ആളുകൾ നിക്ഷേപിക്കും.
അവിടെ കത്തിക്കാനുള്ള ഇന്ധനമായ വെളിച്ചെണ്ണ ആളുകൾ നിക്ഷേപിക്കും. അവിടത്തേക്ക് വസിയത്ത് ചെയ്യും, വഖഫ് ചെയ്യും. അങ്ങനെ വസിയത്തും വഖഫും ചെയ്യൽ പുണ്യമാണെന്ന് മഹാന്മാരായ ഇമാമുകൾ പറയുന്നു. ഉദാഹരണം, മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ തുഹ്ഫയുടെ 10-ാം ജുസിൽ ഈ വിഷയം പറയുന്നുണ്ട്. ഒന്ന്. അതുപോലെ തന്നെ മഹാനായ ഇമാം ഇസ്മായിലുൽ ഹഖീൽ ബറൂസവി തങ്ങൾ അവിടുത്തെ റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട്. 2. ഇനി വേറെയും പല സ്ഥലങ്ങളിലും കാണാം. അതിന്റെ ഉദ്ദേശ്യം അള്ളാഹുവിന്റെ ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും ഖബറുകളുടെ ഇമാറത്ത് പരിപാലനം. ആ പരിപാലനത്തിന്റെ ഭാഗമാണ് അവിടെ വിളക്ക് കത്തിക്കുക. അപ്പൊ ആ വിളക്ക് കേൾക്ക്, നിങ്ങൾ പറയുന്നതൊക്കെ എന്നെയും വരും, നിങ്ങൾ വേജാറാകൊന്നും വേണ്ട. നിങ്ങൾ പറഞ്ഞൊക്കെ നമ്മക്കും അറിയാം, നമ്മളിത് കുറെ കാലമല്ലേ നടത്തുന്നത്, നമ്മൾ അത്ര പൊട്ടണമെന്നല്ല. ശ്രദ്ധിക്കുന്നത് ഇത് കുറെ കാലമായി കഴിയുകൊണ്ട് നടക്കുന്നത്. അപ്പൊ അത്തരം മക്കാമുകളിൽ കത്തിക്കുന്ന വിളക്കുകൾക്ക് എണ്ണകൾ ആളുകൾ അതിന്റെ മക്കാമിന്റെ പരിപാലനം എന്ന നിലക്ക്, ഖബറുകളുടെ ഇമാറത്ത് പരിപാലനം എന്ന നിലക്ക് അത് പുണ്യമുള്ളതാണ്, അതിനുവേണ്ടി വസിയത്ത് ചെയ്യാം, വഖഫ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ അത് പുണ്യമുള്ളതാണെന്ന നിലക്ക് ആളുകൾ അവിടത്തേക്ക് നേർച്ചയാക്കും. വഖഫല്ല, സോറി കേട്ടോ, നേർച്ച. അപ്പൊ അങ്ങനെ നേർച്ചയാക്കിയിട്ടും അല്ലെങ്കിൽ സദക്കയാക്കിയിട്ടും അല്ലെങ്കിൽ വഖഫാക്കിയിട്ടൊക്കെ വന്നാൽ ആ എണ്ണ അവിടെ വരും. ഈ എണ്ണ 2 നിലക്ക് ആളുകൾ ഉപയോഗിക്കും. ഒന്ന്, അതിനെ കത്തിക്കുന്ന ഇന്ധനമായിട്ട് ഉപയോഗിക്കും. അതോടൊപ്പം അവിടെ കത്തിക്കുന്ന എണ്ണയല്ലേ എന്ന നിലക്ക് അത് തൊട്ടിട്ട് ആളുകൾ ബറക്കത്തൊടുക്കും. മുജാവറത്ത് കൊണ്ട് അവിടെ വെച്ച സാധനം കൊണ്ട് ബറക്കത്തൊടുക്കും. ഏതുപോലെ ശ്രദ്ധിക്കണം, കഅബ ശരീഫിനെ പൊതിഞ്ഞൊരു തുണി, നല്ല പൈസയുള്ള തുണിയാണ്, കഅബനെ പൊതിഞ്ഞ തുണിയാണ്, അത് ബറക്കത്തൊടുക്കും. ആളുകൾ കഷ്ടമായിട്ട് കൊണ്ടു ഇല്ലേ, കഅബനെ പൊതിഞ്ഞ തുണിയാണ്. എന്തായാലുള്ളത് പൈസയുള്ള തുണിയായതുകൊണ്ട് അല്ല, അത് കഅബനെ തട്ടിയ തുണിയായതുകൊണ്ട് ബറക്കത്ത്. എന്നതുപോലെ മക്കാമിന്റെ ജിവാറിൽ വെച്ചതുകൊണ്ട് അതിന് ബറക്കത്തുണ്ട്. ഇനി കരണ്ടെല്ലാം വന്നു, വെളിച്ചെല്ലാം വന്നു, എന്നാലും കരണ്ട് പോകുമല്ലോ, ഇങ്ങനെ കത്തിക്കണ്ടേ. അപ്പൊ 1 രൂപ വിളക്കാട് തന്നെ വെച്ചു. വിളക്കാട് വെക്കുമ്പോൾ എണ്ണ വരും, കാരണം കരണ്ട് പോകുമ്പോൾ കത്തിക്കണ്ടേ. ആ എണ്ണ കരണ്ട് പോകുമ്പോൾ കത്തിക്കാൻ ഉപയോഗിക്കും. അല്ലാത്ത സമയത്ത് ആളുകൾ ബറക്കത്തിന് വേണ്ടി തൊട്ടുമുട്ടിയിട്ടും അതിന് തൊട്ട് മുഖത്ത് വെച്ചിട്ടും തലക്ക് വെച്ചിട്ടും ബറക്കത്ത് കൊടുക്കും. പിന്നെ ഒരാൾ മക്കാമിലേക്ക് ഇൻവേർട്ടറും കൊടുത്തു. അപ്പൊ കറണ്ട് പോയ പിന്നെ ഇൻവേർട്ടറും കത്തി, പിന്നെ ഇതിന് കത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാലും വിളക്കോട് തന്നെയുണ്ട്, വിളക്ക് ആളുകൾ എണ്ണയിട്ടതുണ്ട്, എണ്ണ ബറക്കത്തിന് ഉപയോഗിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വിളക്കുകൾ, ഇതൊരു വിളക്ക് എന്ന നിലക്ക്, നിലവിളക്ക്, തൂക്കിയ വിളക്ക് എന്ന നിലക്ക് അതിന് പ്രത്യേകതയൊന്നുമില്ല, അതിനൊരു പ്രത്യേകതയില്ല. നേരെ മറിച്ച് അത് ഒരുപാട് ഭാഗത്ത് കത്തിച്ച് നല്ല വെളിച്ചം നൽകുന്നു എന്ന നിലക്കാണ് വിളക്കുകൾ മുമ്പ് ഉപയോഗിച്ചത്. അതിന്റെ മറ്റൊരു വശമാണ് അതിനുവേണ്ടി ബറക്കത്തെടുക്കുക എന്നത്. നിലവിളക്ക് കൊണ്ടിപ്പം വെളിച്ചമെടുക്കുക എന്ന ഭാഗം ഏതാണ്ട് 98% പോയിട്ടുണ്ട്. എന്നാലും ഇൻവേർട്ടർ പോയാലും മണ്ണെണ്ണത്തിൽ ചിലപ്പോൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നതോ കൂടി ഉണ്ടാവില്ല അല്ലേ, എമർജൻസി ആയിട്ട് മറ്റൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ബറക്കത്തെടുക്കുക എന്നൊരു തെറഫ് ഒരു ഭാഗം അവിടെ ഉള്ളതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിലേക്ക് ആളുകൾ നേർച്ച നേർന്നാലോ അല്ലെങ്കിൽ വസിയത്ത് ചെയ്താലോ അതിന് ഉപയോഗിക്കാം. ആ ബറക്കത്തെടുക്കുക എന്നുള്ള ഉപകാരം അതിൽ നടക്കുന്നുണ്ട്. പിന്നെ അവിടെ ചർച്ച ചെയ്യാനുള്ളൊരു വിഷയം ശ്രദ്ധിക്കണം, ഈ ലൈറ്റ് ഇവിടെ കത്തുമ്പോ ഇതിവിടെ കത്തിക്കാൻ പറ്റുമോ? ഇവിടെ ട്യൂബ് ലൈറ്റ് കത്തുന്നുണ്ട്, പിന്നെ അവിടെ കത്തിക്കാൻ പറ്റുമോ? എന്നാൽ അവിടെ പിന്നെ അവശേഷിക്കുന്ന ഒരു സംശയമുള്ളത്, എന്തിനാ 2 ലൈറ്റ്? അത് നമുക്ക് തിരിച്ചും ചോദിക്കാം. ഒരു ട്യൂബ് ഉണ്ടാകുമ്പോൾ മറ്റേ ട്യൂബ് കത്തിക്കാൻ പറ്റുമോ? 2 ട്യൂബുണ്ട്, എന്നിട്ട് നല്ല സുന്ദരമായ മനോഹരമായ ലൈറ്റ് കിട്ടുന്ന വേറൊരു ബൾബ്, മോഡൽ ബൾബ്, അത് അലങ്കാരമാണ്. എന്നതുപോലെ വിളക്ക് അവിടെ കത്തുമ്പോഴും വേറെ ലൈറ്റ് എന്നൊരു അലങ്കാരം എന്ന നിലക്കാണെങ്കിൽ അത് കത്തിക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്, അതൊരു കുറ്റമൊന്നുമല്ല. നേരെ മറിച്ച് മറ്റ് മതസ്ഥരായ ആളുകൾ അവർ നിലവിളക്ക് എന്നതുകൊണ്ട് ഒരു ആരാധ്യ വസ്തുവാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഹൈന്ദവരുടെ ഒരു ആരാധനയുടെ ഭാഗമാണ് ഈ വിളക്ക്. പക്ഷെ അവരുടെ ആരാധനയുടെ ഭാഗമായി എന്നതുകൊണ്ട് മാത്രം നമുക്ക് തള്ളപ്പെടേണ്ടതില്ല. ഉദാഹരണം, അവരുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ബിംബത്തിന് ഇങ്ങനെ ചുറ്റും, അവരുടെ അമ്പലങ്ങളിൽ ഇങ്ങനെ ചുറ്റും. എന്നാ ഹൈന്ദവരുടെ ആരാധനയുടെ ഭാഗം അതുപോലെയാണല്ലോ നമ്മൾ കഅബയെ ചുറ്റുന്നത്. ഒരു കൽഭിത്തി, ഒരു കൽബിൽഡിംഗ് ആണല്ലോ കഅബ, കല്ലുകൊണ്ട്, ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ചത്. അതിനെന്തിനാ ചുറ്റുന്നത്? അത് പടച്ചവനാണോ? അതിനെ ആരാധിക്കലല്ലേ എന്ന് മുസ്ലിം പറയാൻ പറ്റുമോ? കഅബയെ തവാഫ് ചെയ്യണം മുഅ്മിനീങ്ങളെ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ മറ്റൊരുത്തരുടെ ആചാരത്തിന്റെ ആരാധനയുടെ ഭാഗമായി എന്നതുകൊണ്ട് മാത്രം നമ്മളത് വർജിക്കേണ്ടതില്ല, അത് കുറ്റമല്ല. ഇനി സംശയം തീർന്നിട്ടില്ലെങ്കിൽ പറയാം. പക്ഷെ ഒരു സുന്നി പണ്ട് എഴുതിയ കിതാബില് കണ്ടതായിരുന്നു ഈ വിളക്ക് കത്തിക്കൽ ഹറാമാണ്. പേരത്ര ഓർമ്മയില്ല, ഇർഷാദിയ എന്നാണ് തോന്നുന്നത്. അല്ല, നിങ്ങളെ ചോദ്യത്തിന് എന്റെ മറുപടി സൂട്ടബിൾ ആയിട്ടുണ്ടോ? ഓക്കെയാണ്.
ഓക്കെയാണ്. ഇനി അതിന് അപവാദമായിട്ട് ഒരു സുന്നി പണ്ഡിതൻ എഴുതിയ ഇർഷാദിയ എന്ന ബുക്കിൽ അത് ഹറാമാന്ന് എഴുതിയിട്ടുണ്ടെന്നല്ലേ? അത് മൂപ്പർക്ക് ഇർഷാദിയ എന്നാണോ ആ ബുക്ക് എന്ന് തന്നെ സംശയം. എന്നാ ഞാൻ പറയാം, ഇർഷാദിയ എന്നൊരു ബുക്കിന് പേരുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവുക പേര്. അപ്പൊ നിങ്ങൾ ആ കണ്ട സംശയമാണ്. ഏതോ ഒരു സുന്നി എന്ന് പറയുന്ന സുന്നിന്റെ ലേബിൾ ഏതോ വഹാബ് എഴുതിയതായിരിക്കും അത് എന്നാണ് എനിക്കിത് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യം കൂടി, ഒരു സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ട്. ഷഫാഅത്തിന്റെ ടൈമിൽ ഓരോ നബിമാരുടെ അടുത്തും ജനങ്ങൾ പോകുന്നു എന്നുള്ളത് ഞാൻ ഇങ്ങനെ പഠിച്ചതാണ്. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്തെത്തുന്നു. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം പറയുന്ന മറുപടി, ഞാൻ കാരണം ഒരു സമൂഹം എന്നെ എന്റെ അറിവില്ലാതെ ഒരു സമൂഹം എന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അത് കാരണം ഞാൻ ചോദ്യം ചെയ്യപ്പെടും, അതുകൊണ്ട് ഞാൻ പടച്ച റബ്ബിന്റെ അടുത്ത് പോവില്ല. അങ്ങനെയാണ് പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് എത്തുന്നത്. അപ്പോ ഒരുപാട് മക്കാമില് ഒരുപാട് ഹിന്ദുക്കളും അഹിന്ദുക്കളും മറ്റു പലരും അറിവില്ലാത്തവരും ഒരുപാട് പേര് എത്തുന്നുണ്ട്. അപ്പൊ അവരാരെങ്കിലും അവിടെ പ്രാർത്ഥിക്കുകയും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ ആ ഒരു തെറ്റ് കുറ്റങ്ങൾ ആ മക്കാമിൽ കിടക്കുന്നവർക്ക് കിട്ടുമോ? അതൊരു പിന്നീട് അങ്ങോട്ടേ ഒരു ശീലമായി മാറില്ലേ? നിങ്ങൾ ഇത്രയും സാക്കിർ നായിക്കിനെ പ്രസംഗം കേട്ട് ബുദ്ധിയുള്ള ഒരാൾ ഈ ചോദ്യം ചോദിക്കാൻ പാടില്ല. പാവ ഈസാ നബിനെ ജനങ്ങൾ ആരാധിച്ചുകൊണ്ട് ഈസാ നബി എന്തോ കുറ്റാ ചെയ്തത്? ഈസാ നബിനെ ജനങ്ങൾ ആരാധിച്ചു. ഈസാ നബിയുടെ അടുത്ത് എന്തോ തെറ്റുള്ളത്? ഈസാ നബി അവിടെ കുടുങ്ങിയതുപോലെ മക്കാമിലേക്ക് വല്ല ഹിന്ദുവും വന്ന മക്കാമിൽ ഔലിയ കൊടുക്കൂലേ അവർ ചോദിച്ചത് ഇല്ലേ? മനസ്സിലായിട്ടില്ല. ഈസാ നബി എന്നെ അവർ ആരാധിച്ചതുകൊണ്ട് ഞാനിവിടെ കുടുങ്ങിപ്പോയി എന്നതുപോലെ ഔലിയം കുടുങ്ങിപ്പോയില്ലേനാ അവർ ചോദിച്ചത്. നിങ്ങൾ ഇത്രയും ചെറുപ്പക്കാരനോ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് സാക്കിർ നായിക്കിനൊക്കെ കേൾക്കുന്ന ഒരാളെ ചോദിക്കാൻ പാടില്ല. അതൊരിക്കലും ഉണ്ടാവില്ല. അതാണ് ഞാൻ നേരത്തെ ഓതി വെച്ച് അർത്ഥം പറയാൻ മറന്നുപോയ ആയത്തിന്റെ അർത്ഥം. ഇൻസാനി ഇല്ലാമാസ, അവനവൻ ചെയ്ത കുറ്റത്തിനെ അവനവൻ ശിക്ഷിക്കുകയുള്ളൂ. അല്ലാത്ത അവലം അല്ലാത്ത ഞാൻ ചെയ്ത തെറ്റിനെ എന്നെ ശിക്ഷിക്കുള്ളൂ. ഇസ്ഹാഖ് ഫേസി എന്ന എന്റെ സുഹൃത്ത് ചെയ്ത തെറ്റിനെ എന്നെ ശിക്ഷിക്കുക പഠിച്ചവന് അത് അള്ളാഹുവിന്റെ തീരുമാനത്തിനെതിരെ പഠിച്ചവൻ അങ്ങനെ ചെയ്യൂല. അപ്പൊ പാവ ഈസാ നബി എന്തെല്ലാം കഷ്ടപ്പെട്ടു. ഗിരിപ്രഭാഷണത്തിന് വേണ്ടി മലമുകളിലേക്ക് പോയി ഇസ്രായേൽ മക്കളോട് ഗിരിപ്രഭാഷണം നടത്തുമ്പോൾ കല്ലുമെറുക്കി എറിഞ്ഞ് കല്ലേറുകൾ കൊണ്ട് രക്തം ചീറ്റി ഒഴുകുമ്പോഴും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ച യേശുക്രിസ്തുവിനെ പാവം ആ യേശുക്രിസ്തുവിന് ആ ഈസാ നബിനെ അള്ളാഹു സൂക്ഷിക്കുവോ? ഒരിക്കലുമില്ല. മറിച്ച് ഈസാ നബി എന്താ പറയണമെന്നറിയോ? ഞാനതിന് അഹുലല്ല. ഒരു നബിയും അള്ളാഹുവിന്റെ റസൂലിന്റെ ആ സഫായത്തിന് അഹുലല്ല. അവരെല്ലാവരും അവരവരെ പേടിക്കുകയാണ്. എന്നെ ഇതിന്റെ മേൽ ശിക്ഷിച്ചേക്കുമോ എന്ന പേടി അവരുടെ ഉന്നതമായ ചിന്തയാണ്. എന്നെ ഇതിന്റെ മേൽ ശിക്ഷിച്ചേക്കുമോ എന്ന പേടി അവരുടെ ഉന്നതമായ ചിന്തയാണ്. ഒരിക്കലും അവരതിന്റെ മേൽ ശിക്ഷിക്കൂല. അവരതിൽ തെറ്റുകാരല്ല. മറിച്ച് അവരുടെ ഉന്നതമായ ചിന്തന്റെ ഭാഗമാണത്. എന്നതുപോലെ ഏതൊരു വലിയന്റെ അടുത്ത് വന്ന് വലിയനെ ആരാധിച്ചാലും വലിയ സങ്കടപ്പെടും. ഇവരാരാധിക്കുന്നുണ്ടല്ലോ എന്ന് സങ്കടപ്പെടും. അതുകൊണ്ട് തന്നെ ഒരാളും വലിയനെ ആരാധിക്കരുത്, ഒരാളും ഈസാ നബിനെയും ആരാധിക്കരുത്. അതുകൊണ്ട് വലിയന്റെ ഒരു മഹത്വം കുറയൂല. ഈസാ നബിന്റെ ഒരു മഹത്വം കുറഞ്ഞിട്ടില്ല. ഈസാ നബി ആ സഫായത്തിന് അഹലല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഒരു നബിയും അഹലല്ല, അള്ളാഹുവിന്റെ റസൂൽ മാത്രം അഹലാണ്. ഞാനിതിന് അവകാശിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് റസൂലുള്ള അവകാശി തന്നെ. അതേ സ്ഥാനത്ത് മഹാനായ ഈസാ നബിയോ മൂസാ നബിയോ ഖിദർ നബിയോ ഒരു നബിയും അതിന് അവകാശിയല്ല. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വരുന്നു, മൂസാ നബിന്റെ അടുത്ത് വരുന്നു, അതുപോലെ മറ്റ് പ്രവാചകന്മാരുടെ അടുത്ത് വരുന്നു, ഇബ്രാഹിം നബിന്റെ അടുത്തേക്ക് പോകും. പക്ഷെ അവരാരും അതിന് അവസരമില്ല. അല്ലാഹുവിന്റെ റസൂൽ മാത്രമേ അവരുള്ളൂ. പക്ഷെ അവരൊക്കെ മനസ്സിൽ ഭയപ്പെടുന്ന, അവർ ചിന്തിക്കുന്ന, അവരുടെ ഉന്നതി കൊണ്ട് ചിന്തിക്കണം. അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നേ പോലും അത് അവരെ മഹത്വത്തിന്റെ മേലാണ് കുറിക്കുന്നത്. അങ്ങനെ ഔലിയാക്കൾ ആരെങ്കിലും ചെയ്താൽ അവരും അങ്ങനെ ചിന്തിക്കും. അത് അവരെ മഹത്വമാണത്, കുറവല്ല. അസ്സലാമു അലൈക്കും. ആത്മഹത്യ ചെയ്യുന്ന ഒരു മുസ്ലിമിന്റെ റൂഹ് അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം അസ്രായിൽ തന്നെയാണോ പിടിക്കുന്നത്? പിന്നീട് ആ മയ്യത്തിന്റെ അവസ്ഥ എന്താണ്? ഇത് കടമ്പിടുന്ന മസാല എന്ന് ചോദിച്ചാൽ പറയുന്ന സ്ഥലമല്ലേ ഇത്? സുന്നി ഏവരും നമ്മൾ തർക്കമുള്ള മസാലയാണ് ചോദിക്കേണ്ടത്. മുജാഹിദ് എന്താണ് പറയാനുണ്ടോ? പുതിയ എന്തെങ്കിലും അതാ ചോദിക്കേണ്ടത്. മനസ്സിലായിട്ടില്ല. ഇവിടെ സുന്നി ആദർശ സമ്മേളനമാണ്. സുന്നിയും സുന്നി ഏവരും തമ്മിലുള്ള തർക്ക വിഷയം. അങ്ങനെ എന്തൊക്കെയോ ചോദിക്കുക. അതോടെ ചോദിച്ച സമയം കളരുത്. അതിനു വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുക.
അവിടെ സുന്നിയും മുജാഹിദും തർക്കമൊന്നുമില്ല. ആത്മാഹത്യ ചെയ്ത ആൾ ആത്മാവ് എവിടെയാ പോണത്, അത് ഏത് മലക്കാ റൂഹിനെ പിടിക്കാതെ സുന്നിയും മുജാഹിദും തർക്കമുള്ള മസഹ നല്ലത്. ഇപ്പോ മരണപ്പെട്ടു കഴിഞ്ഞാല് സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കുന്നുണ്ട്, അതിനെപ്പറ്റി പുസ്തകം. അത് നമ്മൾ ഇതിലാ പെടുന്നത് സുന്നി മുജാഹിദ് തർക്കല്ല, സുന്നിയാണ് നമ്മൾ തർക്കാതെ. അതിൽ AP സക്കാഫിയും സാഹിബും ഫേസിയും താരും എല്ലാം വ്യത്യാസമുണ്ട് മസാലെ. എന്നാലും ഒരു മസാല നിൽക്കാൻ പറയണ അത് വേണ്ട, ഈ വിഷയത്തിൽ പറഞ്ഞ മാറ്റി നിർത്തുക. ഞാൻ കൃത്യമായി പറയാനുണ്ട്, കൃത്യമായി എന്റെ രേഖകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ ഈ വിഷയം അതല്ല, അല്ലല്ലോ. അല്ല, അതൊരു ബിദഅത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാല് ബിദഅത്ത് ഇപ്പൊ കൂടുതലായിട്ട് സ്ത്രീകൾ നിസ്കരിച്ച് കാണുന്നുണ്ട്. മയ്യത്ത് നിസ്കാരം അതുണ്ടോ ഇല്ലയെന്ന് അറിയണ്ടോ. ഇവര് വളച്ചു പിടിച്ച് അതിലേക്ക് വെച്ചു കൊണ്ടുപോകുന്നല്ലോ, എന്നാലും പറയാ അത് വിധേയത്തായിട്ട് കൊണ്ടുവരികയാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലായിട്ടില്ല. അപ്പൊ വിധേയത്താണ് നിങ്ങൾ വിധേയത്തില്ല, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കണത്? സ്ത്രീകളുടെ മേലുള്ള വിധേയത്തിൽ മയ്യത്തുസ്കാരം, സ്ത്രീകൾ മയ്യത്തുസ്കാരം. ഒരാൾ മരിച്ചാൽ, ഉദാഹരണം ഒരു അബ്ദുറഹ്മാൻ ഹാജി മരിച്ചു, അപ്പൊ അബ്ദുറഹ്മാൻ ഹാജിന്റെ ഭാര്യ അബ്ദുറഹ്മാൻ ഹാജിക്ക് മയ്യത്തുസ്കരിക്കുക, നഫീസ. അബ്ദുറഹ്മാൻ ഹാജിന്റെ മകള് ഖദീജ മൂപ്പർക്ക് മയ്യത്തുസ്കരിക്കുക. അപ്പോ ആ ജമാഅത്തില്, ആ നിസ്കാരത്തില് അയൽപക്കത്തിലെ കുറച്ച് പെണ്ണുങ്ങൾ അവിടെ വന്നവർ കുടുംബക്കാരായ ആളുകൾ, പെണ്ണുങ്ങള് മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുക. സ്ത്രീകൾ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്നതിന്റെ വിധി എന്തെന്ന ചോദ്യം ശാഫിഈ മദ്ഹബിലെ ഒരു മസ്അലയാണ്. നമ്മൾ വിഷയമായിട്ട് ബന്ധമില്ല, എന്നാലും ബന്ധപ്പെടുത്തിയിട്ട് മൂപ്പർ ചോദിച്ച സ്ഥിതിക്ക് അതിനുവേണ്ടി പറയുകയാണ്. ശാഫിഈ മദ്ഹബിൽ, ശ്രദ്ധിക്കണം, ശാഫിഈ മദ്ഹബിൽ സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കൽ കുറ്റകരമല്ല, അത് വിദഗ്ധമൊന്നല്ല, അത് മോശമൊന്നല്ല. മറിച്ച് അങ്ങനെ നിസ്കരിച്ചാൽ അത് പുണ്യം ലഭിക്കപ്പെടുന്നതാണ്. പക്ഷെ അത് പ്രോത്സാഹനാജനകമല്ല, അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. അതിന്റെ പിന്നിൽ, അതിന്റെ മറയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് അത് പ്രോത്സാഹനാജനകമല്ല. പക്ഷെ അങ്ങനെ നിസ്കരിച്ചാൽ അത് പുണ്യകരമായി സംഭവിക്കുന്നതാണ്. അത് വിദഗ്ധമൊന്നുമല്ല, അത് കുറ്റമൊന്നുമല്ല, അത് ഹറാമുമല്ല. നിങ്ങളുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്തോ കല്ലുപിടിച്ചോ പറയരുത്, അതിന് മൈക്ക് ഉപയോഗിക്കരുത്. പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗുണം ചെയ്യും നാട്ടിൽ. ഇപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി ക്ഷണിച്ചു കൊണ്ടുവന്നതല്ല. നിങ്ങൾ ഈ സന്ദർഭം നിങ്ങൾ മോശപ്പെടുത്തി ഉപയോഗപ്പെടുത്തരുത്. നിങ്ങളുടെ നാട്ടിൽ കുറെ ആൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അവരെ പറഞ്ഞാൽ അവർക്ക് വിഷമമുണ്ടാവും. മനസ്സിലായിട്ടില്ല? അപ്പൊ ആ ഒരു വിഷയം ഇവിടെ നമ്മളെ ചാപ്റ്റർ നിങ്ങൾ പറഞ്ഞോളൂ, ഒന്നും കൂടി പറയാം. സർവ്വ സ്ഥലത്തുണ്ടാവും ഇങ്ങനെ പോയാൽ. ചില കുത്തുവെക്കുമ്പോൾ പ്രസംഗത്തിന്റെ വിധിയുണ്ട, പരപ്രസംഗത്തിന്റെ വിധിയുണ്ട. ഇത് കുറച്ച് ആൾക്കാരുടെ ലേബലാണ്. അതല്ല ഇവിടെ വിഷയം. സുന്നിയേതരും തർക്കത്തിലുള്ള വിഷയത്തെ പറ്റിയാ ചോദിക്കുന്നത്. അതല്ലാത്ത ചോദിക്കരുത്. APK മുടി പൊടി അവനൊന്നും ഇവിടെ ചോദിക്കരുത്. അതൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ സുന്നി എന്ന വിഷയത്തിൽ സുന്നത്ത് ജമാഅത്തിനും മുജാഹിദ് ബിദഅത്തുകാർക്ക് വേണ്ടി തർക്ക വിഷയമേ ചോദിക്കാവൂ. ചോദ്യകർത്താക്കളോട് നിങ്ങൾ മാന്യത പുലർത്തണമെന്ന് അറിയിക്കും. ഞങ്ങൾ എത്ര മാന്യത നിങ്ങളോട് പറയുന്നത്, ആ മാന്യത നിങ്ങൾ വിടരുത്. ഈ മുജാഹിദുകാരോട് സലാം പറയാൻ പാടുണ്ടോ, അതായത് മണക്കാൻ പാടുണ്ടോ? ആളുകളല്ലേ നിങ്ങൾക്ക് മറുപടി വരുന്നുണ്ട്, ഞാൻ മറുപടി പറയുന്നില്ല. ഇവിടുത്തെ മണൽത്തരികൾ നിങ്ങൾക്ക് മറുപടി വരും. ഇവിടെ എത്ര നേരം മഹൽ പറഞ്ഞ വിഷയം സഹോദര. ആയിക്കോട്ടെ, മടക്കരുത്, മടക്കണ്ട കേട്ടാ. വികാരപ്പെടരുത്. ഇവിടെ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യരുത്. ഉസ്താദേ, നമ്മള് മരണപ്പെട്ടു കഴിഞ്ഞാല് മറ്റു മഹല്ലുകളിൽ പണ്ഡിതന്മാരോട് മയ്യത്ത് നിസ്കരിക്കാനൊക്കെ പറയാറുണ്ട്. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം മയ്യത്ത് നിസ്കരിക്കും. ഞാൻ എന്റെ ഉമ്മ മരിച്ചിട്ട് ഇതുപോലെ മറ്റു പല പണ്ഡിതന്മാരോട് മയ്യത്ത് നിസ്കരിക്കാൻ പറഞ്ഞപ്പോ ജമാഅത്തിന്റെ പള്ളിയിൽ പോയപ്പോ അവർ പറഞ്ഞു മയ്യത്ത് കാണിക്ക്, എന്നാൽ മയ്യത്ത് നിസ്കരിക്കുക, വേണേ ദുആ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ശരിയായ രീതി എന്താണ്? നല്ലൊരു ചോദ്യം, ആൺകുട്ടിയാ ചോദിച്ചത്. അതായത് എന്റെ ഉമ്മ മരിച്ചത് ധർമ്മടത്തിൽ വെച്ചാണ്. ധർമ്മടത്തുകാരിയായ എന്റെ ഉമ്മ ഖദീജ ഹജ്ജുമ്മ മരണപ്പെട്ടു പോയി. എക്സാമ്പിൾ പറയണേ, ഞാൻ ധർമ്മടത്തുമല്ല, എന്റെ ഉമ്മ ധർമ്മടത്തുകാരിയല്ലൊന്നല്ല, ഉദാഹരണം പറയാം. അങ്ങനെ ധർമ്മടത്തുകാരുടെ ബാധ്യതയാണ് ആ മയ്യത്തിനെ മറവ് ചെയ്ത് നിസ്കരിക്കലൊക്കെ ധർമ്മടത്തുകാരുടെ ബാധ്യതയാണ്. അങ്ങനെ മറവ് ചെയ്യുന്ന ആ ജനാസയുടെ ഒന്നും പങ്കെടുക്കാത്ത, അവിടെ എത്തിപ്പെടാൻ പ്രയാസമാകുന്ന ദൂരത്തിലുള്ള അത്രയും ദൂരത്തുള്ള ആളുകൾ,
കുറച്ച് ദൂരത്തുള്ള ആളുകൾ, കുറച്ചടുത്തൊന്നുമല്ല. ഈ അടുപ്പം ദൂരമൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് വ്യത്യാസം വരും ഇല്ലേ? ഈ സ്ഥലത്തിന് വരുന്ന ധർമ്മടം, ധർമ്മടത്തിന് തൊട്ടടുത്ത സ്ഥലം മുഴപ്പിലങ്ങാടല്ലേ? ആയിക്കോട്ടെ. പണ്ട് കാലത്തൊക്കെ മുഴപ്പിലങ്ങാട്ടേക്ക് ധർമ്മടത്തുനിന്ന് ഒരാൾ വണ്ടിയും കൊണ്ട് പോയാൽ പറയും അതൊരു കിബിറുണ്ടല്ലോ, എന്താ നടന്നു നോക്കിവിടാന്നിരിക്കില്ലേ? ഇപ്പൊ ആരെങ്കിലും ഖത്തീബ് ഉസ്താദ് മുഴപ്പിലങ്ങാടേക്ക് നടക്കാൻ പോയിട്ടുണ്ട്, നടന്നു പോയിട്ടുണ്ടെങ്കിൽ പറയും എന്തായാലും അയാൾ പിശുക്കേണ്ടില്ല, എന്തായാലും ഓർഡർ ചോദിച്ചതെന്ന് പറയില്ലേ? അപ്പൊ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് ദൂരത്തിൽ അടുപ്പത്തിനൊക്കെ. ഏതായിരുന്നാലും എത്തിപ്പെടൽ പ്രയാസമാകുന്ന അത്ര ദൂരത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ ഖബറിന്റെ ഈ മയ്യത്തിന്റെ ജനാദയും തസ്ബീഹും നേരിട്ട് വന്ന് പങ്കെടുത്ത് ഹാജറായ മയ്യത്ത് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഖബറും പുറത്ത് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ള അത്ര കുറച്ച് ദൂരത്തുള്ള ആളുകളാണെങ്കിൽ അവരവരെ പള്ളിയിൽ വെച്ച് ഗായിബായി മറഞ്ഞ മയ്യത്ത് നിസ്കരിക്കാവുന്നതാണ്. മയ്യത്തിനെ ഇങ്ങ് കാണിക്കുന്നു വരുന്നത് അതിന്റെ പേരാണ് മുജാഹിദിന്റെ പൊട്ടത്തരം. അതിനൊരു ഉദാഹരണം ആയത്തല്ല ഹദീസ പറയുന്നത് കേട്ടാ. ഞാൻ ആയിക്കോട്ടെ. മുജാഹിദ് അങ്ങനെ തന്നെ അവർ രണ്ടാം നാട്ടിലാണ് ഈ ആവശ്യത്തിന്. മുജാഹിദുകൾ ജമാഅത്താണ് തന്നെയാണ് പറയണത്. എന്നാൽ ഇസ്ലാമിക മാനം എന്താണ്? ഗായിബായ, അതായത് മയ്യത്തില്ലാത്ത അടുത്ത മറഞ്ഞ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കാം. അതാ മയ്യത്ത് കണ്ടാലേ നിസ്കരിക്കുന്നതിന് ഹാജറായ മയ്യത്തെ നിസ്കരിക്കൂ എന്ന വാദം ഇസ്ലാമിക ലോകത്തും തെറ്റാണ്. 2 ഹദീസുകൾ അതിന് സാക്ഷിയും. 2 ഹദീസ്. ഒരു സംഭവം, മഹാനായ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ, ഹബിഷ എന്ന് പറയുന്ന എത്യോപ്യ എന്ന നാട്ടിലെ രാജാവ് മരിച്ചു. എത്യോപ്യയിലെ രാജാവ് മരിച്ചു. നജാഷി എന്നാണ് ആ രാജാവിന്റെ പേര്. അദ്ദേഹത്തിന്റെ പേരല്ല, സ്ഥാനപ്പേരാണ് നജാഷി. ചേരമാ പെരുമാൾ, സാമൂതിരി രാജാവ് എന്നൊക്കെ പറയുന്നത് പോലെ ആ രാജ്യത്തിന്റെ രാജാവിന്റെ സ്ഥാനപ്പേരാണ് നജാഷി. നജാഷിയായ രാജാവ് മരിച്ചപ്പോൾ അദ്ദേഹം മുസ്ലിമായിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, നജാഷി മരിച്ചിട്ടുണ്ട്. അന്നബിയു അന്നജാഷിയ വസല്ല അലൈഹി. നബി സഹാബത്തിനെയും കൂട്ടി എത്യോപ്യയിൽ മരിച്ച് മറവിയപ്പെട്ട നജാഷി എന്ന സഹാബിന്റെ പേരില് മദീനയിൽ മയ്യിത്ത് നിസ്കാരം നിർവഹിച്ചു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഇമാമുകൾ പറയുന്നു, മറഞ്ഞ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കാം. മനസ്സിലായോ പറഞ്ഞത്? ഇതാണ് ഞങ്ങളുടെ നിലപാട്, സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട്. ഇത് അവസാനിപ്പിക്കല്ലേ അല്ലേ? അല്ല, അവസാനിക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു 11 ദിക്ർ ചൊല്ലണം. ആ ദിക്റിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു അത് ചൊല്ലി നമ്മളെ മരിപ്പിച്ചു തരുമാറാവട്ടെ. ഒരു 3 സ്വലാത്തിലാണ്. ആ സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ മദീനയിൽ എത്തിച്ചു തരുമാറാവട്ടെ. എല്ലാവരും ഇരുന്നിടത്തുനിന്ന് ഇരുന്ന് ഒന്നും കൂടി ഇങ്ങോട്ട് അടുത്ത് കസാരയെല്ലാം കുറച്ച് ഇങ്ങോട്ട് എടുത്ത് സ്റ്റേജിന് അടുത്തിരിക്കുക. ഒന്നും കൂടി അടുത്ത് നല്ല സദസ്സ് സൃഷ്ടിച്ച റഹ്മത്തിന്റെ മലായിക്കത്ത് ഇറങ്ങും. നമ്മൾ ദിക്ർ ചൊല്ലിയ പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ഇറങ്ങും. അപ്പൊ നമുക്ക് നല്ല കസാല മടക്കിയതല്ല ഇങ്ങോട്ട് ഇരിക്കാൻ. ഒരാളും കൂടി ചോദിച്ചോളിയാ. സുഹൃത്തിന്റെ പേര് സവാദ്. എവിടെ നാട്? അടക്കാട്. പറഞ്ഞു. വേഗം ഇരിക്കെല്ലാരും. തബ്ലീഗ് ജമാഅത്തിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? ഒരു 25 ഉറുപ്പിക കൊടുത്ത ഒരു സീഡി കിട്ടും. നിങ്ങൾക്ക് വേണേ ഫ്രീ വരണ. അത് കേട്ടാ ഞാൻ കൊറേ സംഭവങ്ങൾ കേട്ടിന്. പക്ഷെ ഓരോട് ചോദിക്കും പറയുന്നത് അങ്ങനെ ഒന്നും കിതാബിലില്ല, കാര്യങ്ങളിലില്ല. പക്ഷെ സുന്നി മൈലാമാർ പറയുന്നത് അങ്ങനെ ഉണ്ട്. അക്കയ്യാത്തൊരു നബിനോർക്കല് ചത്തോയ കൈതനോർക്കുന്ന പോലെ എന്നുള്ള സുന്നി മൈലാമാർ പറയുന്നു. ഓരോട് ചോദിക്കുമ്പോൾ പറയുന്നത് അങ്ങനെ ഒന്നും കിതാബിലില്ലാത്തതാണ്. ആ സീഡി ഇട്ട് കേട്ട് ഓരും കേട്ട് ഓരങ്ങനെ പറഞ്ഞാണ്. കഴിഞ്ഞ ചോദ്യമില്ല. എന്നാ മേക്ക് കൊടുക്ക്. സവാദ് എന്നല്ല പേര് പറഞ്ഞേ. സവാദ് എവിടെയാ നാട്? എടക്കാട്. സവാദിന് ഇപ്പോ തബ്ലീഗിന്റെ ഒരുപാട് ഗ്രന്ഥങ്ങളിലുള്ള പല വിഷയങ്ങളും ഞാൻ ഉദ്ധരിച്ചു കൊടുത്താൽ അത് അവരെ ഗ്രന്ഥങ്ങളിലില്ല എന്ന് തബ്ലീഗുകാർ പറയുന്നോ എന്നാണ് ഞാൻ പറയാൻ പോകുന്ന ഉത്തരത്തിന്റെയും കൂടി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന കേൾക്ക് സഹോദരൻ എനിക്ക് നിൽക്കുന്നില്ലേ? എന്റെ പറയുന്ന കൂടെ കേട്ടില്ലേ? എന്തെങ്കിലും കുസൃതി കാണിക്കണത്? ഇത്ര മര്യാദ നിങ്ങളെ വാക്ക് ഞാൻ കേട്ടു. നിങ്ങൾക്ക് വേണേ നോക്കി വരൂ. ഞങ്ങൾക്ക് ആ പേടിയൊന്നുമില്ല. നിങ്ങളെ ബേജാറാകേ വേണ്ട. ഞങ്ങളതൊക്കെ പയറ്റിട്ട് വരികയാണ്. എന്നാലേ
തബ്ലീഗുകാരെ തൊട്ട് നമ്മൾ ഉദ്ധരിക്കുന്ന നമ്മളെ സീഡിയിലുള്ള ആ പുസ്തകത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്നല്ലേ പറയുന്നത്? എന്നാൽ അങ്ങനെയുണ്ട് എന്ന് നമ്മൾ പറയുന്ന ഓരോ ഗ്രന്ഥവും പഴയ കാലത്തൊക്കെ ഉറുദു ഗ്രന്ഥ പറയല്. ഇപ്പൊ ഉറുദു അല്ല, മലയാളത്തിൽ. നിങ്ങൾക്ക് മലയാളം വായിക്കാൻ അറിയില്ലേ? നിങ്ങൾക്ക് മലയാളത്തിൽ കാണിച്ചെന്ന് നിങ്ങൾക്ക് വിശ്വാസം വരുമോ? ഞങ്ങൾ പറയുന്ന തബ്ലീഗിന്റെ പിഴവുകള് മലയാള പുസ്തകത്തിൽ തബ്ലീഗുകാർ നിറച്ചു എഴുതിയത്, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായ വഹാബി ആശയങ്ങൾ അവരുടെ ഗ്രന്ഥത്തിൽ എഴുതിയത് അവരെ മലയാളം ബുക്കിൽ നിങ്ങൾക്ക് കാണിച്ചെന്ന വിശ്വാസം വരുകയില്ലേ? വേറെ ഇപ്പൊ എന്താ ചെയ്യുക? അവരങ്ങനെ ഇല്ല എന്നാ പറഞ്ഞു. നിങ്ങൾ കാണിച്ചു തരാം, കൊടുക്കാൻ വയ്ക്കും. ഒന്നും കൂടി പറയാം. വരുന്ന 10 തീയതി ഏപ്രിൽ 10 19 മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് തബ്ലീഗ് ജമാഅത്ത് എന്ന വിഷയത്തിൽ ഒരു മുഖാമുഖം നടത്തുന്നുണ്ട് ഞങ്ങൾ. അവിടുത്തെ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ നടത്താൻ തബ്ലീഗിന്റെ കോട്ടയിൽ അവർക്ക് എഴുത്തെല്ലാം കൊടുത്തിട്ട് അവരൊരു പള്ളിയെല്ലാം അതിന് മുമ്പിലാണ്. നിങ്ങൾ അവിടത്തേക്ക് നിങ്ങൾ ക്ഷണിക്കുക. നിങ്ങൾ അവിടത്തേക്ക് പോയി എല്ലാ ഗ്രന്ഥവും മേശപ്പുറത്ത് വെച്ച് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഇങ്ങനെ ഗ്രന്ഥം കാണിച്ചു തരും. അത്തഹിയാത്തൂല് അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ നബിനെ ഓർമ്മിക്കാൻ പറ്റുമോ ഇല്ലേ, തബ്ലീഗുകാർ എന്താ പറഞ്ഞതൊക്കെ അവിടെ കാണിച്ചത്. നിങ്ങൾ അവിടത്തേക്ക് ക്ഷണിക്കുക. എവിടെയാണ്? ഒന്നും കൂടി പറഞ്ഞുതരാം. മറ്റന്ന് വരുന്നു 19 മൈൽ. നിങ്ങൾക്ക് വന്നാൽ ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. അല്ല, ഞാന് ചോദിച്ചത് കാശ്മീർ ദൈവബന്ധിലുള്ള പഠിച്ച ആളോടാണ്. ഒരു ഷിയാബുദ്ദീൻ കാശ്മീർ ഒരു അറിയുള്ള ഒരാളാണ്. മൂപ്പറ് ഓരോ കിതാബ് തന്നെ വെച്ചിട്ടാ പറയുന്നത്. അത് അങ്ങനെയല്ല, എഴുതിയാൾ ഉദ്ദേശിക്കുന്ന അർത്ഥം അങ്ങനെയല്ല ഒരു പറഞ്ഞാണ് മനസ്സിലാക്കി തന്നു കഴിഞ്ഞല്ലോ. ഇനി പറയാ, എഴുതിയാൾ ഉദ്ദേശിക്കുന്ന അർത്ഥമൊന്നും വെക്കേണ്ട, മലയാളം തന്നെ ആയിക്കോട്ടെ. എന്നാൽ ഉറുദുവിലെ അർത്ഥം വെച്ചാൽ പ്രശ്നോ? മലയാളത്തിൽ എഴുതിയാണെന്ന് പറഞ്ഞത്. മലയാളത്തിൽ എഴുതിയത് തബ്ലീഗുകാരന്റെ മലയാളത്തിൽ എഴുതി ഒരുപാട് ഒരിക്കലും മുസ്ലിമിന് അംഗീകരിക്കാൻ പറ്റാത്ത വിദേഹത്തിന്റെ ആശയങ്ങൾ മലയാളത്തിൽ ഇത് അർത്ഥം വെക്കൊന്നും വേണ്ട. അവിടെ അർത്ഥം വെക്കൊന്നും വേണ്ട. അങ്ങനെയുള്ള ഒരുപാട് അവരുടെ ഖുർആൻ പരിഭാഷ, മലയാളത്തിലെ പരിഭാഷ കയ്യിലുണ്ട്. മാരിഫുൽ ഖുർആൻ എന്ന ഗ്രന്ഥം ദൈവബന്ധു പണ്ഡിതന്മാർ എന്ന് പറയുന്ന 600ഓളം പേജുള്ള കട്ടിയുള്ള കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഇറങ്ങിയ പുസ്തകം ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ പുസ്തകത്തിന്റെ കോട്ടുകളൊക്കെ എന്റെ കേസറ്റിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നേരിട്ട് നിങ്ങൾക്കത് കാണുകയും തബ്ലീഗുകാർ ചോദിക്കുന്നൊക്കെ നിങ്ങൾക്ക് അവിടെ അവസരം സൃഷ്ടിക്കുക. നിങ്ങൾ നേരത്തെ വന്നാൽ ഞങ്ങളൊരു ബന്ധപ്പെട്ട നിങ്ങളുണ്ട്, നിങ്ങൾ അറിയുകയും ചെയ്യും, കാണാനുള്ള സൗകര്യം ചെയ്തു തരും. എല്ലാ പുസ്തകവും വരുന്ന 10 തീയതി 19 മൈൽ, മറ്റൊന്ന് വരുന്ന 19 മൈൽ. അടുത്ത ഗവർണർ കഴിക്കാനുള്ള ഷോട്ടാക്കുക, സമയം വൈകി. അസ്സലാം. ഈ വെള്ളിയാഴ്ചത്തെ കുത്തുവ മലയാളത്തിൽ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അതെങ്ങനെയാണ്? എങ്ങനെ, എന്ത് മലയാളത്തിൽ ചെയ്യാം? തബ്ലീഗിന്റെ മറ്റേ മുജാഹിദിന്റെ അടുത്തും പോകുമ്പോൾ അവർ മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ സുന്നി പള്ളിയിൽ എന്തുകൊണ്ട് അങ്ങനെ ഇല്ലാത്ത കഴിഞ്ഞില്ലേ? സുന്നി പള്ളിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് സുന്നി പള്ളിയിൽ അങ്ങനെ ചെയ്യാത്തത്. ഖുതുബ എന്ന് പറഞ്ഞാൽ പ്രസംഗമാണ്. പ്രസംഗം എന്ന് പറഞ്ഞാൽ തിരിയണം. അതുകൊണ്ട് തിരിയുന്ന ഭാഷ എന്ന മാതൃഭാഷയാണ്. അത് നമുക്ക് മലയാള ഭാഷയാണ്. അതുകൊണ്ട് മലയാളാക്കണം എന്നാണ് വഹാബികളും തബ്ലീഗുകാരൊക്കെ പരിഭാഷ നടത്തുന്ന ആളുകളുടെ ന്യായം. തബ്ലീഗുകാർ പരിഭാഷ നടത്തുന്നതോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ല. ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്ന അല്ലാഹുവല്ലോ. ഏതായിരുന്നാലും ഉണ്ടാ പരിഭാഷ ഉണ്ടാ? ആയിക്കോട്ടെ. ജമാഅത്തുകാരും മുജാഹിദും അല്ലാഹുവിന്റെ ആൾക്ക് ഖാദിയാനികളൊക്കെ ഏൽപ്പെട്ടതാ. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുതുബന്റെ ഭാഷ അറബിയാവണം. ഖുതുബന്റെ ഭാഷ അറബിയാണ്. ഖുതുബ എന്നതൊരു ഇബാദത്താണ്. അതൊരു പ്രസംഗമല്ല, അതൊരു ഇബാദത്താണ്. അപ്പൊ അതിന് ഇബാദത്തിന് കൽപ്പിക്കപ്പെട്ട രൂപം തന്നെ പറ്റുകയുള്ളൂ. എന്താണ് കൽപ്പിക്കപ്പെട്ട രൂപം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അവരേതെല്ലാം രാജ്യക്കാരായ സ്വഹാബത്തും എവിടെയൊക്കെ രാജ്യത്തേക്ക് അവർ കടന്നു. കേരളത്തിലേക്ക് സ്വഹാബികൾ കടന്നു വന്നിട്ടുണ്ട്. ഇവിടുത്തെ സ്വഹാബികളൊക്കെ ഇവിടുത്തെ മലയാളികളോട് മലയാളത്തിലല്ലേ ഖുതുബ ഓതേണ്ടത്? ഏറ്റവും കൂടുതൽ ദീൻ അറിയേണ്ട കാലഘട്ടമാണ്. പക്ഷെ അവര് പോലും അറബിയിൽ ഓതിയിട്ടുള്ളൂ. അതുകൊണ്ട് ഖുതുബ അറബിയിലാവൽ ചേർത്താൻ, അല്ലെങ്കിൽ അത് ശരിയല്ല. ഉദാഹരണം, ബാങ്ക് എന്നതിന്റെ അറബി അസാം, അറിയിക്കൽ, ആളുകൾ നിസ്കാരം അറിയിക്കാനാണ്. നമ്മൾ അറബിയിലല്ലേ പറയുന്നത്, മലയാളത്തിൽ പറഞ്ഞൂടെ? നിസ്കാരത്തിന് ഒരു അങ്ങനെ ഏതെങ്കിലും പള്ളി എന്ന് പറയുന്നുണ്ടോ? അതാണ് അറിയിക്കാൻ ആളുകൾ നിസ്കാരത്തിന് അറിയിക്കില്ല. അപ്പൊ മലയാളത്തിൽ പറഞ്ഞൂടെ? എന്താ വഹാബി മലയാളത്തിൽ ബാങ്ക് കൊടുക്കാത്തത്? എന്താ കൊടുക്കാത്തത്? എല്ലാവർക്കും അറിയുന്നുണ്ടോ? അസ്സലാത്തു ഖൈറും മിനന്നൗം, ഉറക്കിനേക്കാൾ ഉത്തമമാണ് നിസ്കാരം. എല്ലാവർക്കും അറിയോ? ഹയ്യാനുൽ സലാ, നിസ്കാരമാണ് നല്ലത്. ഹയ്യാനുൽ ഫലാ, നിസ്കാരമാണ് നല്ലത്. എല്ലാവർക്കും അറിയുന്ന മലയാളത്തിൽ കൊടുത്തോടെ? ആളുകൾക്ക് കേൾക്കുമ്പോൾ തിരിഞ്ഞ് ആവേശം ഉണ്ടായി നിസ്കാരത്തിൽ വന്നോട്ടെ. എന്താ ചെയ്യാത്തത്? അതൊരു സുന്നത്താണ്. അത് റസൂലുള്ളാഹിനെ തൊട്ട് വാരിദായ ഒരു അമലാണ്. അത് അങ്ങനെ തന്നെ നിർവഹിക്കണം. നിസ്കാരം അല്ലാഹു അക്ബർ. എന്തിനാ അങ്ങനെ പറയണത്? അല്ലാഹു വലിയവനാണല്ലോ. ഇത് വജ്ജത്തോടുണ്ട. എന്റെ മുഖം ഞാൻ മുന്നിൽ വെച്ചു. ആകാശം സൃഷ്ടിച്ച അള്ളാഹുലേക്ക് വജ്ജത്ത് വരിയുടെ അർത്ഥം എന്താ അങ്ങനെ പറയാത്തത്? ഇങ്ങനെ വജ്ജത്ത് വന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഫാത്തിഹ വന്നു. ഇതിനെ ഫാത്തിഹ എന്ന് മലയാളത്തിൽ പറഞ്ഞൂടെ? പരിഭാഷ എടുക്കല്ലേ വായിക്കുക. എന്തിനാണത്?
അവിടെ ഒന്നും അറബിയായിട്ട് തന്നെ എഴുതുന്നത് എന്തുകൊണ്ട്? അത് ഇബാദത്താണ്, അത് കൽപ്പിക്കപ്പെട്ട രൂപം തന്നെയാകണം. എന്നതുപോലെ ഖുത്ബ എന്നത് ജുമുഅന്റെ ഒരു റുക്നാണ്, ഒരു ഘടകമാണ്, ഒരു ഇബാദത്താണ്. അത് കൽപ്പിക്കപ്പെട്ട രൂപം അറബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തും താബീങ്ങളും തബഉ താബീങ്ങളും അങ്ങനെ നിർവഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറ്റുള്ളൂ. സംതൃപ്തമാണോ? നോക്കി പറയാന്ന്. എന്റെ ചോദ്യമല്ല. അല്ല, നിങ്ങളല്ലേ ഇപ്പൊ ചോദിച്ചത്? അല്ല, ഇതൊരു ഈ വക്കാലത്ത് പരിപാടി വേണ്ട. നിങ്ങൾക്ക് സംതൃപ്തമാണോ? എനിക്ക് സംതൃപ്തം. മതി. അടുത്ത് വേറെ ആരെങ്കിലുണ്ടോ? ചോദ്യം ചോദിക്കുകയും ചെയ്യാൻ ഉത്തരം പറയാൻ എന്റെ ചോദ്യം എന്താന്ന് പറയും. ഈ പരിപാടി പറ്റൂല. എന്റെ ചോദ്യമേ ചോദിക്കണ്ടു. വേറെയാണ് വക്കാലത്ത് എന്റെ അടുത്ത് അവനാവണോ അല്ലേ? ഇനി 11 ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലി അല്ലാഹു തആല അത് ചൊല്ലിയിട്ട് മരിപ്പിച്ചിരുമാറാവട്ടെ. അല്ലാഹു അത് ചൊല്ലാതെ ഞങ്ങൾ ആരെയും മരിപ്പിക്കല്ലേ തമ്പുരാനെ. അല്ലാഹു ആ ദിക്റിന്റെ ബർക്കത്തോട് അതിന്റെ ഖാദിമീങ്ങളെ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. അമ്പിയാക്കളെല്ലാം ചൊല്ലിയ ദിക്റാണ്. അല്ലാഹുവേ അതിന്റെ ഖാദിമീങ്ങളിൽ, അതിന്റെ സേവകരിൽ, അതിന്റെ പ്രബോധകരിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. ജദ്ദിദു ഈമാനക്കും